അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. പന്തക്കൊസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനമാണ് നമ്മൾ ശ്രവിച്ചത്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വരുന്ന മാസം കർത്താവിൻ്റെ ജന്മം, ക്രിസ്മസ് നമ്മൾ എല്ലാവരും ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് ആദത്തോടും ഹവായോടും രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. അനേകം വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു. നമുക്കറിയാവുന്ന വർഷങ്ങളിലെങ്കിൽ കണ്ടു നോക്കുമ്പോൾ, അബ്രഹാം മുതലുള്ള കണ്ടു നോക്കുമ്പോഴാണ്ട് 4000 വർഷങ്ങൾ അല്ലേ, 42 തലമുറകളെയാണ് ദൈവം ഒരുക്കുന്നത്. ഈശോ എന്ന ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കുവാൻ ഈശോ ഒരുക്കുന്നത് അല്ലേ, 4000 വർഷങ്ങൾ. ഈ 4000 വർഷങ്ങൾ ഒരുക്കി പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോ ജനിക്കാനുള്ള കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് അല്ലേ. ബൈബിൾ എന്താ പറയുക? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ഒരു പുത്രൻ ജനിക്കും എന്ന് പറയുക അല്ലേ. അപ്പം ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാൻ, ഈശോയാൽ നമ്മൾ നയിക്കപ്പെടാൻ, നിത്യജീവൻ അവകാശമാക്കാൻ, ഈശോ ആഗ്രഹിച്ചവർ ജീവിക്കാനും, ഈശോ ആഗ്രഹിച്ച പൂർത്തിയാക്കാനും അല്ലേ, നമുക്ക് പരിശുദ്ധ അമ്മയെപ്പോലെയുള്ള സുഖതകൾ ലഭിക്കാൻ നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം അല്ലേ. നമുക്കതാണ് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് സ്വീകരിക്കുക. ഈ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഒരു വക്കീലാണ്, ജഡ്ജിയാണ്, സഹായിയാണെന്നൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഈ IMS ബന്ധപ്പെട്ട് അത് ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ മുമ്പോട്ട് പോകാൻ ഞാൻ കരുതുകയാണ്. ഞാൻ IMSൻ്റെ മദർ ഹൗസിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടത്തിൽ 2-ാം വർഷം ആണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും വില്ലേജുകളിൽ പോയി കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കും. അത് അവരെ പഠിപ്പിക്കുകയോ മറ്റ് സഹായങ്ങൾ ചെയ്തോ നമ്മളിങ്ങനെ പോകാറുണ്ട്. അപ്പം ഞങ്ങളുടെ വില്ലേജിൻ്റെ പേര് ക്രൈസ്തവർ എന്നാണ്. എവിടെയാണ് ഈ ഫിലോസഫി ഇരിക്കുക. അതിനുശേഷമുള്ള ജില്ലയാണ് കനോടി, അപ്പുറത്തെ ജില്ലയാണ് സർസ്വാം. അപ്പം ഞങ്ങൾ ഈ കരോട് വഴി സർസ്വാം വില്ലേജിൽ പോയി ചില കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ചു വരികയാണ്. സെമിനാരിയുടെ അടുത്ത് ഒരു 6:45 സമയമായിട്ടുണ്ട്. 7:30ക്കാണ് സെമിനാരി കൊന്തയുള്ളത്. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഒരു ഫീഗറിനെ പോലെ തോന്നുന്ന ഒരുവൻ എന്നാണ് പറയാം. നീണ്ട താടിയൊക്കെ ഉണ്ട്, കുളിച്ചിട്ടൊന്നും തോന്നുന്നില്ല. അവിടെ ഒരു വൃത്തികെട്ടൊരു മനുഷ്യനെ പോലെ തോന്നുന്നു. ആ മനുഷ്യനൊരു വടിവാളുമായിട്ട് ഞങ്ങളുടെ നേരെ വരികയാണ്. ഞങ്ങൾ 3-4 ബ്രദേഴ്സുണ്ട്, സിസ്റ്റേഴ്സ് പുറകെ വരുന്നുണ്ട്. സന്ധ്യാസമയമാണ്. ഈ മനുഷ്യൻ വന്നിട്ട് അങ്ങ് ആക്രോശിക്കുകയാണ്. നിങ്ങൾ ഈസായ ലോക്, നിങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങൾ എവിടെ പോയി? ആരോട് ചോദിച്ചിട്ട് പോയി? എങ്ങോട്ട് പോയി? എന്നല്ല ആക്രോശിക്കുകയാണ്. എല്ലാം ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ എന്നോടിങ്ങനെ ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ്. എന്നോടിങ്ങനെ പറയുകയാണ്, നീ ആ മനുഷ്യനോട് ചോദിക്കുക, ദീൻദയാൽ അച്ഛനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ദീൻദയാൽ എന്ന് പേരുള്ള ഒരു വൈദികൻ IMS സഭയിലുണ്ടെന്ന് എനിക്കറിയാം എന്നല്ലാതെ ഈ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഉള്ളിൽ നിന്ന് പറയുകയാണ്, ദീൻദയാൽ അച്ഛനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ പെട്ടെന്ന് ആ മനുഷ്യനോട് ഇങ്ങനെയല്ല, പേടിച്ച് വിറച്ച് ഞാൻ ചോദിച്ചു, ഭയ്യ ആപ്കോ ദീൻദയാൽ ഫാദർജിക്കോ മാലൂഹേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ദീൻദയാൽ ഫാദർജി എന്ന് ഞാൻ പറയുകയോ, മനുഷ്യൻ പെട്ടെന്ന് വടിവള ഇങ്ങനെ താഴെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ കൈകൂപ്പി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ദീൻദയാൽ ഫാദർജിക്കോ ആപ്കോ കേസേ മാലൂഹേ എന്ന് ചോദിച്ചു. ദീൻദയാൽ അച്ഛനെ അങ്ങേക്ക് ബ്രദറിന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അച്ഛനെ അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു, ദീൻദയാൽ ഫാദർജി ഫാദർ ബെൻഗിയ ഫാദർ ഹേ ഹം തോ ഫാദർ ബെന്നെ ബാല ബച്ച എന്ന് പറഞ്ഞു. ദീൻദയാൽ അച്ഛനായൊരു അച്ഛനാണ്, അച്ഛനാ പഠിക്കുന്ന പിള്ളേരാണെന്ന് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു. പെട്ടെന്ന് ആ മനുഷ്യൻ പറയുകയാണ്, ആ മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്ന് മനുഷ്യൻ പറയുകയാണ്, ആ മനുഷ്യന് 5ൽ പഠിക്കുന്ന അല്ലെങ്കിൽ 10 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു കലശലായൊരു വയറ്റുവേദന ഉണ്ടായിട്ട് അമ്മ ആ മനുഷ്യനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കനോടി എന്ന് പറയുന്ന വില്ലേജിൽ ഈ വിശുദ്ധനായ വൈദികൻ
സ്കൂൾ അധ്യാപകനായിരുന്നു. ആ അധ്യാപകൃത്തി ഉപേക്ഷിച്ചിട്ടാണ് ആ മനുഷ്യൻ സെമിനാരിയിൽ ചേർന്ന് അച്ഛനായ ഒരു വൈദികനാണ്. അപ്പോൾ ആ മനുഷ്യനൊരു ഒരു സന്യാസിയെ പോലെ പ്രാർത്ഥനയിൽ കഴിയുന്ന സമയത്ത് ഇദ്ദേഹം കടന്നു പോവുകയാണ്. വഴി കടന്നു പോകുമ്പോഴേക്കും അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി? അത് മകന് നല്ല വയറ്റുവേദനയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഈ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മരത്തിൻ്റെ ഇല പറിച്ചിട്ട് ഇലയിൽ ഇങ്ങനെ കുരിശ് വരച്ച് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഈ കൊച്ചിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. നമ്മുടെ എലിയ പ്രവചന കാലത്തൊക്കെ പല അത്ഭുതം ഉണ്ടായിട്ടുള്ളത് പോലെ അല്ലേ, മാവിട്ടപ്പോൾ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടതുപോലൊക്കെ ഇവിടെ വെച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത്, ആ നിമിഷത്തിൽ ഈ കുഞ്ഞിൻ്റെ വയറ്റുവേദന മാറി. ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഈ കുഞ്ഞിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നൊരു കഥയാണ് പറയുക, സംഭവമാണ് പറയുക. അപ്പോൾ ഈ സംഭവം പലപ്പോഴും അമ്മ ഈ മകനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മകൻ്റെ ഉള്ളിലെ ഒരു ആരാധ്യ പുരുഷനാണ് ആര്? ദീൻദയാൽ അച്ഛൻ. അത് അറിയാവുന്ന ഏക വ്യക്തി ആരാണ്? പരിശുദ്ധാത്മാവാണെങ്കിൽ, പരിശുദ്ധത്വമാണെങ്കിൽ സ്വർഗമാണ് അറിയാവുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഒരു വലിയൊരു അപകടത്തിൽ രക്ഷിക്കാൻ പെട്ടെന്ന് സഹായകനെ അയക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പറയുകയാണ്, നീ ഈ വിഷയം ചോദിക്കുക. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോന്നു. അന്ന് എന്നോട് പ്രദേശത്ത് ചോദിച്ചു, നിനക്കിങ്ങനെ ഞങ്ങളുടെ ദീൻദയാൽ അച്ഛനെ പരിചയം? ഞാൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ല. അപ്പോൾ അച്ഛന്മാർ പ്രദേശത്ത് പറഞ്ഞു, നീ പിന്നെ അപ്പോൾ പറയാൻ കാരണം എന്താ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് അച്ഛനൊന്ന് കാണിച്ചു തരണം. പിറ്റേ വർഷം ഈ അച്ഛൻ ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്ന്, ഞാൻ ഒന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹിച്ചുള്ളെങ്കിലും പിന്നെ അന്ന് 5 ദിവസം ധ്യാനിപ്പിക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, ഇതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമുക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിവിട്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പം നമ്മൾ ആ പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാകണം. നമ്മിലും, നമ്മുടെ ഉള്ളിലും, നമ്മുടെ ഹൃദയത്തിലും, നമ്മുടെ മനസ്സിലും ഈശോ ജനിച്ച് ഈശോ വളർന്ന് വലുതാകണം. അപ്പം നമുക്ക് നമ്മുടെ മനോഭാവവും നമ്മുടെ ജീവിതവും നമ്മുടെ ചുവടുകളും എല്ലാം ഈശോയെപ്പോലെ ആയി മാറാൻ സഹായിക്കും. നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ നമ്മുടെയൊക്കെ മക്കൾ ഈശോയെപ്പോലെ ആകണമെന്ന് അല്ലേ? ഒരു ഈശോയോളം വളരണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? അപ്പം എന്താ നിമിത്തമാണെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അല്ലേ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും ഈ ശുശ്രൂഷ കർത്താവിനാൽ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം ഒന്ന് അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 49-ാം വാക്യത്തിൽ ഈശോ മിശിഹാ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സമയമായല്ലേ. ആ സമയത്ത് ഈ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അപ്പം നിങ്ങൾ അവിടെ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് പറയുകയാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇത് കുറവാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ കോഴിവട്ട വെച്ച് കോഴി ഇരുന്ന് കോഴിയെ വിരിയിക്കുമായിരുന്നു. അപ്പം എൻ്റെയൊക്കെ അമ്മച്ചിക്ക് കൃത്യം അറിയാം എത്രയാണ് കോഴിമുട്ടയ്ക്ക്, എത്രയാണ് താറാമുട്ടയ്ക്ക് അല്ലേ. ആ ദിവസങ്ങൾ പൂർത്തിയായി കഴിയുമ്പോഴത്തേറ്റുന്നു ആ തോട് പൊട്ടിച്ച് ആ കോഴിക്കുഞ്ഞ് ഇറങ്ങി വരും, അല്ലെ താറാകുഞ്ഞ് ഇറങ്ങി വരും. അപ്പോൾ അത്രയും ദിവസമുള്ള ചൂട് ലഭിക്കണം, എന്നാലേ അതിന് ആ പൂർണ്ണ വളർച്ച, അതിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിൽ അതൊരു ജീവനുള്ള ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ. അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിൽ അടയിരിക്കണം അല്ലേ. പരിശുദ്ധ അമ്മ അങ്ങനെ അടയിരുന്നവളാണ്. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് എല്ലാ ഹൃദയത്തിൽ സൂക്ഷിച്ച് അല്ലേ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് അടയിരുന്ന അമ്മയാണ് നമ്മുടെ അമ്മ. ആ അമ്മയുടെ മാതൃകയിൽ നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവ് അടയിരിക്കും. കുദാശകൾ സ്വീകരിച്ചും കർത്താവിനെ സ്തുതിച്ചും കർത്താവിൻ്റെ ഗാനങ്ങൾ ആലപിച്ചും കൂടെ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനം വായിച്ച് കർത്താവിൻ്റെ ആ ചിന്തയിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ നിറയാനാണ് നമ്മൾ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ബൈബിളിൽ ഒരു നിലവിളിയുണ്ട്. ഇന്ന് ആ ഭാഗം ഒന്ന് പ്രത്യേകം ഒന്ന് കേന്ദ്രീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ആ ഭാഗം ഒരു നിലവിളി, ദാവീദ് രാജാവിൻ്റെ നിലവിളിയുണ്ട്. സങ്കീർത്തനം 51-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം 11-ാം വാക്യം 2-ാം ഭാഗത്താണ് 11b-യിലാണ് നിലവിളിക്കുക. എന്താണ് നിലവിളിക്കുക? ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. അദ്ദേഹം നമുക്കറിയാം വിശുദ്ധനായ മനുഷ്യനായിരുന്നു, നല്ലൊരു രാജാവായിരുന്നു. ആ മനുഷ്യന് ഒരിക്കലും ഒരു പാപത്തിൽ വീണുപോയി. ആ പാപത്തിൽ വീണുപോയപ്പോൾ വീണ്ടും അതിന് പാപം ചെയ്യേണ്ടി വന്നു. വ്യഭിചാരവും
കൊലപാതകവും ചെയ്തു, അല്ലേ? അവസാനം ആ മനുഷ്യൻ പിടിക്കപ്പെട്ടു. നാഥാൻ പ്രവചനം പറഞ്ഞു, ദാറ്റ് മാൻ ഈസ് യു, നീയാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞു, അല്ലേ? ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടു. എല്ലാം ദൈവം അറിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് ആ സങ്കീർത്തനത്തിൽ തൻ്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ മധ്യേ അദ്ദേഹം ഇങ്ങനൊരു പ്രാർത്ഥന, ഇങ്ങനൊരു നിലവിളിയുണ്ട്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്ത് കളയരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ നിങ്ങളിന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ആഗ്രഹിക്കുക. ഒരു പുതിയൊരു ചിന്ത തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് ദാവീദ് അന്ന് പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിക്കുന്ന കാരണം എന്താണ് സ്നേഹമുള്ളവരെ? ദാവീദ് സാവൂൾ രാജാവിൻ്റെ ജീവിതം കണ്ടവനാണ്. നമുക്കറിയാം, സാവൂൾ രാജാവിനെ സാമൂൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു കഴുതയെ അന്വേഷിച്ച് പോവുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അരുളപ്പാടാൽ, തീരുമാനത്താൽ സാമൂൽ പ്രവാചകൻ സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു. സാവൂളിനെ അഭിഷേകം ചെയ്യുമ്പോൾ 3 സവിശേഷതകൾ ഉണ്ടാവുകയാണ് സാവൂളിന്. ഒന്ന്, പുതിയൊരു ഹൃദയം കിട്ടുന്നു, പിന്നെ പുതിയൊരു ആത്മാവിനെ കിട്ടുന്നു, പുതിയൊരു അഭിഷേകം കിട്ടുകയാണ്, അല്ലേ? നമുക്കറിയാം. അങ്ങനെ അഭിഷേകത്തോടുകൂടി പുതിയൊരു ആത്മാവിൽ നിറഞ്ഞ് പുതിയൊരു ഹൃദയത്താൽ നിറഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി ഈ സാവൂള് വന്ന് അന്നുണ്ടായിരുന്ന കിരാതമായിട്ടുള്ള മന്ത്രവാദങ്ങളും തെറ്റായിട്ടുള്ള ആചാരങ്ങളും എല്ലാം മാറ്റി ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് വന്ന് ഒരു പടുവൃക്ഷമായിട്ട് വളർന്ന ആ വലിയ മനുഷ്യൻ, അല്ലേ? ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ചില നിമിഷങ്ങളിൽ വന്നുപോയ പാകപ്പിഴകളാൽ നമുക്കറിയാം, ബൈബിൾ പറയുന്നുണ്ട്, ആ മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. എന്നാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോയത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ സാവൂളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. ആ മനുഷ്യനിൽ ദുരാത്മാവ് നിറഞ്ഞു. ആ മനുഷ്യൻ എന്ത് ചെയ്തു? തിരിച്ചു വന്ന് വീണ്ടും മന്ത്രവാദികളെയും ആഭിചാരികളെയും വിളിച്ച് ദൈവത്തിന് അനിഷ്ടമായി പ്രവർത്തിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളും കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയാണ് ദാവീദ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തി എത്രയോ സന്തോഷവാനാണ്, എത്രയോ ആനന്ദമുള്ളവനാണ്, എത്രയോ സംതൃപ്തിയുള്ളവനാണ്, എത്രയോ നല്ലവനാണ്, അവൻ്റെ ജീവിതം എത്രയോ മനോഹരമാണ് എന്ന് കണ്ണുകൊണ്ട് കണ്ട്, അതുപോലെ തന്നെ ദൈവത്താൽ നയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, ദുരാത്മാവിൽ നയിക്കപ്പെടുന്നെങ്കിൽ എത്രയോ അധപ്പതിച്ച ജീവിതമാണ് ആ മനുഷ്യൻ്റെതെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് തൊട്ട് അനുഭവിച്ച മനുഷ്യനാണ് ദാവീദ്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീ എന്ത് ശിക്ഷ വിടലും തന്നോ ഒന്ന് മാത്രം നീ ചെയ്യരുതേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയും അതുതന്നെ ആയിരിക്കണം. സ്നേഹമുള്ളവരെ, ആ പുതിയ ചൈതന്യത്തോടു കൂടി ഹൃദയത്തോടു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ദുരാത്മാവ് തന്നെയുള്ള പ്രത്യേകത നമുക്കറിയാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്നേഹമുള്ളവരെ, ഈ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് ഈ നേഴ്സുമാരും ഡോക്ടർമാരെ ചിന്തിക്കാറുണ്ട് ഞാൻ. കാരണം ഈ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ സ്വന്തം അമ്മയുടെ ഗർഭാരിഷ്ഠതകൾ, അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ അല്ല, അനേകം സഹോദരികളുടെ എല്ലാ വിഷമങ്ങളും കാണുന്നവരാണ് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ. പക്ഷേ അവർ ആ യാത്രാമധ്യേ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ പെട്ടുപോയി ഏതെങ്കിലും അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളെ കണ്ടു കഴിയുമ്പോഴേക്ക് അവരെങ്ങനെ സ്വന്തം പെറ്റമ്മയെ വിട്ട്, സ്വന്തം പെറ്റമ്മയെ കോടതി തള്ളിപ്പറഞ്ഞ്, അല്ലെ പോലീസ് സ്റ്റേഷൻ വെച്ച് സ്വന്തം പെറ്റമ്മയെ എനിക്ക് വേണ്ട, എനിക്ക് ഇന്നയാളെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട്ട് എങ്ങനെ പോകുന്നു എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ആ വ്യക്തിയിലെ പരിശുദ്ധാത്മ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ആ വ്യക്തി ഹൃദയം കഠിനമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയിൽ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാകുന്നു, ആ വ്യക്തിയുടെ ഹൃദയം ക്രൂരമാകുന്നു, അല്ലെങ്കിൽ നാശത്തിലേക്ക് പോവുകയാണ്. ഈ ബൈബിളിൽ നമ്മുടെ സാവൂൾ പ്രവചനത്തെ പറ്റി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വ്യക്തികൾ, ഈ കഠിനഹൃദയരായ വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടാതെ ദുരാത്മാവിൽ നയിക്കപ്പെട്ട് നശിച്ചു പോകാൻ വേണ്ടി പാപത്തിൽ വീണുപോയി പ്രാർത്ഥനയൊക്കെ നഷ്ടപ്പെട്ടിങ്ങനെ പോകുന്ന വ്യക്തികളുടെ ജീവിതം തകർന്നു പോകുന്നുവെന്നറിയാതെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ശ്രദ്ധ ഈ ഭാഗത്തുണ്ടാവേണ്ടതാണ്. നമ്മൾ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തും, അല്ലെ അവർ ദുഷ്ടത കാണിച്ചെന്ന് പറയാൻ വേണ്ടി. കാരണം എന്താണ്? അവർ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാത്തത് കൊണ്ടാണ്. അസമാരി പഠിക്കുന്ന സമയത്ത് പലപ്പോഴും എന്നെ ഒരു ചിന്തയിൽ എന്നെ വേദനിപ്പിച്ച സംഭവമാണ്. എനിക്കൊരു ഓർഫണേജ്
പോയി. ഞങ്ങളിങ്ങനെ ബ്രദേഴ്സിനെ വിടും ഇങ്ങനെ. ഉടുപ്പിട്ട കാലത്ത് ഞങ്ങളിങ്ങനെ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ പോയതാണ്. ഞങ്ങൾ ഡീക്കന്മാരുണ്ട്, സബ് ഡീക്കന്മാരുണ്ട്, അല്ലാത്ത ബ്രദേഴ്സിലാണ്. ഞാനും ഉടുപ്പിട്ട ഒരു ബ്രദറാണ്. അവിടെ ചിലപ്പോൾ ഒരു അമ്മച്ചി ആ ആലയത്തിലുണ്ട്, ആ അനാഥാലയത്തിലുണ്ട്. ഈ അമ്മച്ചിക്ക് 6 ആൺമക്കളുണ്ട്. അമ്മച്ചിയുടെ ഈ 6 ആൺമക്കളും എൻജിനീയേഴ്സാണ്. ഞാൻ കേട്ട കഥയല്ല, ഞാൻ കണ്ട കാര്യമാണ് പറയുക. ഈ അമ്മച്ചിയുടെ 6 മക്കളും എൻജിനീയേഴ്സാണ്. പക്ഷെ അമ്മച്ചി അനാഥാലയത്തിലാണ്. ആ അമ്മച്ചി ഈ 6 മക്കളെ എൻജിനീയർമാരാക്കാൻ എന്തോരം വേദനിച്ച് കാണും. പക്ഷേ അമ്മച്ചിയുടെ കുറവുകൊണ്ടോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്തെന്ന് പറഞ്ഞുകൂടാ, ഈ 6 ആമക്കളിലും പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ മക്കളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മച്ചി അനാഥാലയത്തിലാകത്തില്ലായിരുന്നു, അല്ലേ? അമ്മച്ചി ഈ മക്കളെല്ലാവരും ഷൂസ് ഇടുന്നവരാണ്, മിടുക്കന്മാരാണ്, ശമ്പളം കിട്ടുന്നവരാണ്, അല്ലേ? പിന്നെ കാറുള്ളവരാണ്, ടൈ കെട്ടുന്നവരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവ് മാത്രമില്ല. അപ്പോൾ എവിടെയോ ഒരു പാളിച്ച, ആ മക്കളുടെ ജീവിതത്തിൽ എവിടെയോ വന്നു പോയൊരു പാളിച്ച, അത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ആ സഹോദരി ആ അനാഥത്തിൽ കിടന്ന് മരിക്കേണ്ടി വന്ന അവസ്ഥ. സ്നേഹമുള്ളവർ, നമുക്ക് നമ്മുടെ ഇവിടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയെ അഭിഷേകിത പരിശുദ്ധാത്മാവ്, അഭിഷേകം കിട്ടുമ്പോഴേക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവും പുതിയ ചൈതന്യം തരുന്ന ആ പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആ ഭാര്യ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന സ്ത്രീയാണ്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാറുണ്ട്. ഭർത്താവ് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്ന മനുഷ്യൻ. പക്ഷേ ആ സ്ത്രീ അവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഭർത്താവിനെ പറ്റി പറയുന്നതും തട്ടിക്കയറുന്നതും കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഭയങ്കരമായി ആക്രോശിച്ചുകൊണ്ട്, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ മനുഷ്യരോട് സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ച, സഹോദരി, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മച്ചിയും പള്ളിയിൽ പോകാത്ത ആ മനുഷ്യനും, പ്രായത്തിൻ്റെ വ്യത്യാസം, സ്ഥാനത്തിൻ്റെ വ്യത്യാസം, ഒരു മാറ്റവുമില്ല. പക്ഷെ നമ്മൾ ബൈബിളിൽ കാണുകയാണ്, ഒരു അമ്മയെ കാണുക, പക്ഷേ അമ്മയാകുന്ന അമ്മയെ കാണുകയാണ്. ഈ വിധേയപ്പെട്ട് ജീവിച്ച്, ദാസിയായിട്ട് ജീവിച്ച്, നമുക്കറിയാം ആ അമ്മ എലിസബത്തെ കാണാൻ വേണ്ടി, ഇതിൻ്റെ ഇളയമയെ കാണാൻ വേണ്ടി പോകുന്ന രംഗം എത്രയോ മനോഹരമാണ്. ആ അമ്മ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴേക്ക് നമുക്കറിയാം എലിസബത്തമ്മയുടെ ആ അമ്മയുടെ അവസ്ഥ നമുക്കറിയാം. പ്രായമായി, കൂടെ ആരുമില്ല, ഭർത്താവ് ഊമനായിട്ടിരിക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലേ? വാർദ്ധക്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക പ്രയാസമുള്ള ഒരു ഗ്രാമത്തിലെ കുടുംബം. അവിടെ അമ്മ ചെല്ലുമ്പോൾ, അമ്മ സംസാരിക്കുമ്പോൾ ആ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇളയമ്മയിലേക്ക്, എലിസബത്തമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുകയാണ്. അപ്പോൾ അമ്മ ഉദ്ഘോഷിക്കുകയാണ്, നീ സ്ത്രീകൾ അനുഗ്രഹീതയാണെന്ന് പറയുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പരിശുദ്ധ അമ്മയുടെ ആത്മാവ് ഉജ്ജ്വലിക്കുകയാണ്. അപ്പോഴാണ് അമ്മ പറയുക, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ യുദ്ധം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അല്ലേ? അങ്ങനെ ആ സ്തോത്രഗീതം തൻ്റെ 13 വയസ്സുള്ള ഒരു അമ്മയുടെ ആ അതിൽ നിന്ന് ഉരുവിടുകയാണ്. ഇത്ര മനോഹരമായ സ്തോത്രഗീതമാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്ന സ്തോത്രഗീതം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇതുപോലെ ഉരുവിടാൻ ഭാഗ്യം ലഭിച്ചിട്ട് മാറണം. ഇതെല്ലാം ആത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിറയുമ്പോഴാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കുള്ള ഒരു പള്ളിയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ, എന്നിട്ട് പിള്ളേരൊക്കെ ഉണ്ട് അവിടെ, എൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു സഹോദരി ഓട്ടോയിൽ വന്ന് ഇറങ്ങി, ഓട്ടോക്കാരനെ വിട്ടു. ഞാൻ ഓർത്ത് എവിടുന്ന് വന്നൊരു തോൾസഞ്ചി, ഒരു പേഴ്സൊക്കെ ഉണ്ട്, ഒരു ബായൊക്കെ ഉണ്ട്. അപ്പോൾ എവിടുന്ന്, വിദേശത്തുനിന്ന് ജോലിക്ക് പോയിട്ട് വന്നൊരു സഹോദരി എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്നെ കാണാൻ വന്നതാണോ? അപ്പോൾ ആ കൊച്ചു ഞെട്ടിപ്പോയി. അച്ഛനെ കണ്ട് മനസ്സിലായില്ലേ? ഞാൻ അച്ഛൻ്റെ മുറിയിൽ കഴിഞ്ഞ മാസം വന്ന് എൻ്റെ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് അച്ഛനെ ഇപ്പോഴും ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് മോളെ മനസ്സിലാകുന്നില്ല മോളെ. അപ്പോൾ അവളുടെ പേര് പറഞ്ഞു, അത് സ്ഥലവും പറഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചു, മോളെ നീ ഏത് ബ്യൂട്ടി പാർലറിലാണ് ദിവസങ്ങൾ നീ പോയെന്ന് ചോദിച്ചു. നീ ആപ്പിടെ മാറിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കപ്പോൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് 1.5 മാസം മുമ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ബന്ധനമുള്ളൊരു പെൺകുട്ടിയായിരുന്നു, ഭയങ്കരമായി ബന്ധനമുള്ള. എനിക്ക് ആ കുട്ടിയുടെ എനിക്ക് എപ്പോഴും അറിയില്ല കുട്ടി കറുത്തതോ വെളുത്തതോ. അന്ന് കുട്ടി കാണുമ്പോൾ കറുത്തൊരു പെൺകുട്ടിയാണ്. അതിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയായിരിക്കാം ഞാൻ കണ്ടത് ചിന്തിക്കുകയാണ്. ഒരു സ്വന്തം കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ മുലപ്പാൽ പഠിപ്പിക്കാൻ ആ കുട്ടി മറന്നുപോയിട്ട് ഞാൻ തന്നെ പറയും, മോളെ അപ്പുറത്തെ സിസ്റ്റർമാരുടെ മുറിയുടെ അവിടെ പോയി കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അതുപോലെ ഏതോ ഒരു അന്ധകാരത്തിലുള്ള പെൺകുട്ടി ഒക്കെ അവൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച്, ബന്ധമെല്ലാം അഴിച്ച് പ്രാർത്ഥിച്ച് വചനമൊക്കെ പറഞ്ഞു കൊടുത്തു, കാശുരൂപവും എല്ലാം പറഞ്ഞു കൊടുത്തു. ആ കുട്ടി തിരിച്ചു പോയി.
ആ കുട്ടി അതെല്ലാം അനുസരിച്ച് ചെയ്തപ്പോൾ ആ കുട്ടിയിലേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി. അപ്പം ഞാൻ ആ കുട്ടിയുമായിട്ട് ഞാനിങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ കുട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ എനിക്കെന്ത് മാറ്റം ഉണ്ടായത്? ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ മിണ്ടിയാലും ആരും എന്നോട് മിണ്ടാറില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ആരും ഉത്തരം പറയാറില്ല, എന്നോട് ആരും കൂട്ടുകൂടാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും എന്നോടൊന്ന് മിണ്ടുന്നു, എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ തലോലിക്കുന്നു, എൻ്റെ വീട്ടിലവർ വരുന്നു. എനിക്കെന്ത് മാറ്റമുണ്ടായത്? ഞാൻ പറഞ്ഞു, മോളെ, നിന്നിൽ അന്ധകാരം മാറി, നിൻ്റെ ബന്ധനം മാറി, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇപ്പോൾ നിന്നെ സംസാരിക്കുമ്പോൾ മോള് പോലും അറിയാതെ മോളുടെ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞിട്ട് അവർക്ക് ആനന്ദമുണ്ടാകുന്നു, അവർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ ആ ആനന്ദം അനുഭവിക്കുന്നത് കൊണ്ട് അവർ പോലും അറിയാതെ, മോള് പോലും അറിയാതെ അവർ മോളെ സമീപിക്കുന്നു. ഇതാണ് മോളുടെ ഒരു വ്യത്യാസം ഞാൻ പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ്. നമ്മുടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആഴം നല്ലതാണ്, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ച് അത് നല്ലതാണ്. പക്ഷെ അതിലേറെ നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഒരു സ്വഭാവം, ആ ആനന്ദവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കേണ്ടത് സാധിക്കും, നന്നായിട്ട് ജീവിക്കേണ്ടത് സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ജീവിതം കഷ്ടമാകും. ഞാൻ ഓർക്കുകയാണ് ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി ചെന്നപ്പോഴും അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ജോഷിച്ച എനിക്ക് നടുവേദനയാണ്, അച്ഛൻ പോയി പ്രസംഗം പറയണം, അപ്പം ഞാൻ ഒന്ന് കുർബാന അർപ്പിച്ച് ആരാധന കൂടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ വന്ന് പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ലെറ്റർ കിട്ടി, എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് അച്ഛൻ ബലി അർപ്പിക്ക്. അപ്പോഴേക്കും ഞാൻ വന്നോളാമെന്ന് എനിക്ക് ലെറ്റർ കിട്ടി. അപ്പം ഞാൻ ബലി അർപ്പിച്ചു. അപ്പോഴേക്കും അടുത്ത ലെറ്റർ കിട്ടി, എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് അച്ഛൻ തന്നെ ആരാധന നടത്താൻ പറഞ്ഞു. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പോയി ഞാൻ അവിടെ കുർബാനയെ അർപ്പിച്ച് ആരാധന നടത്തി ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഞാൻ സംഗീതം വന്നപ്പോഴേക്കും ഒരു അമ്മയും മോളും കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവിൻ്റെ ചെന്ന് പ്രാർത്ഥിക്കണം. എന്ന് ചെന്ന് പറ്റി ഭർത്താവിന്? അച്ഛാ ഒരു ക്ഷിപ്രകോപിയാണ്, ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴും ദേഷ്യമാണ്. നമ്മളെ ഇപ്പോഴത്തെ വിഷയം എന്താ? അച്ഛാ മറ്റൊരു വിഷയം, എൻ്റെ മോള് 12ാം ക്ലാസ് കഴിഞ്ഞു, അവളെ ഏത് വിഷയം പഠിപ്പിക്കണമെന്ന് അവളുടെ അപ്പനല്ലേ, എൻ്റെ ഭർത്താവല്ലേ, എനിക്കൊന്ന് ആലോചിക്കണ്ട ആ മനുഷ്യനോട്. പക്ഷേ ആ മനുഷ്യൻ്റെ ദേഷ്യം കൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല അച്ഛാ, അതുകൊണ്ട് അച്ഛന് പ്രതി വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വെച്ചാൽ മോളെ ആ മനുഷ്യൻ്റെ പേരെന്താണ്? അയ്യോ, അച്ഛന് ആളെ മനസ്സിലായില്ലേ? അച്ഛൻ്റെ ഇത് കൊണ്ടുവന്ന സ്പ്രിങ്കിൾ കൊണ്ടുവന്ന, അച്ഛൻ്റെ ധൂപക്കുറ്റി കൊണ്ടുവന്ന, അച്ഛന് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സഹായിച്ച ആ മനുഷ്യനില്ലേ, ആ മനുഷ്യനാണ് എൻ്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു, ആ ചേട്ടനോ, ഇത്രയും പാവം ചേട്ടനോ? ആണച്ചാ, ഇവിടെ പാവമാണ്, പക്ഷേ വീട്ടിലദ്ദേഹം പുലിയല്ലച്ചാ, സിംഹമാണെന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ, നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ, നമ്മുടെ മക്കളുടെയും ഒരു പരാതി അതല്ലേ. അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവും, അപ്പൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകും, അല്ലെങ്കിൽ നന്മ ചെയ്യും, വചനോത്സവം അല്ലെങ്കിൽ സ്നേഹധാര എല്ലാം കൊടുക്കാൻ വേണ്ടി പോകും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ക്ഷിപ്രകോപികളാണ്. അപ്പോൾ സ്നേഹമുള്ളവർ നമുക്ക് ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്കൊരു ഒറ്റമൂലി പറഞ്ഞു തരാം, ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം. കാരണം ഈ പറയുന്ന ഞാനും 2008, 2009 വരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്കൊരു പ്രാർത്ഥന ഈശോ തന്നെ പറഞ്ഞു തരികയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ചൊല്ലിക്കുക പ്രാർത്ഥന: കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഒന്ന്, ഈശോ എന്ന നാമമുണ്ട്. ഇതൊരു വചന സദൃശ്യമായ ഒരു പ്രാർത്ഥനയാണ്, ഇതൊരു സുഹൃത ജപമാണ്, ഇതൊരു പ്രാർത്ഥന തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥന ഉരുവിടാനായിട്ട് ഈശോ പ്രേരിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ പ്രാർത്ഥന ഉരുവിട്ടപ്പോൾ ഒരു കർത്താവിനോട് പറയുകയുണ്ടായി, ഞാൻ നിന്നെ ദേഷ്യമാകുന്ന, ക്ഷിപ്രകോപമാകുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോഴേക്ക് മനസ്സിലായി അത് തിന്മയായിരുന്നു. എനിക്ക് മനസ്സിലായി. സ്നേഹമുള്ളവരെ, നമ്മളങ്ങനെ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും വിശുദ്ധീകരിക്കപ്പെട്ട് കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമ്മൾ ഈ പ്രാർത്ഥന സഹായിക്കും. ഈ പ്രാർത്ഥന ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒരു ഹൈന്ദവ സഭയിലെ ഒരു പ്രസ്ഥാനമാണ്. ഒരു സാധകൻ്റെ സഞ്ചാരം എന്ന പേരിൽ, ഇപ്പോൾ ഒരു തീർത്ഥാടകൻ്റെ പാത എന്ന പേരിലൊരു ഈ പുസ്തകം തന്നെ ക്രൈസ്തവ സഭ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനയെല്ലാം കർത്താവ് മക്കളെ, കർത്താവ് യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. ചൊല്ലിക്കേ: കർത്താവായ യേശുവേ ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ യേശുവേ ദൈവപുത്ര,
പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം ഉരുവിട്ടാൽ നമ്മുടെ മനസ്സും ആത്മാവും സ്ഥിരീകരിക്കപ്പെട്ട് പലപ്പോഴും പല പ്രലോഭനങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വീണു പോകാവുന്ന പ്രലോഭനം അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നല്ല കൃപ തരാൻ വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതം നമുക്ക് അനുഗ്രഹമായിട്ട് മാറ്റുകയും ചെയ്യാം സ്നേഹമുള്ളവരെ. അപ്പോൾ നമ്മൾ ശരിക്കും അത് ആഗ്രഹിക്കണം. നിങ്ങൾക്ക് വേറെ അതിൻ്റെ വ്യത്യാസം ഒന്നും പറഞ്ഞില്ല സ്നേഹമുള്ള. ഒരിക്കലൊരു മകളെ കൊണ്ടൊരു അമ്മ വരികയാണ്, ഒരു അമ്മയില്ല ആൻറ്റി വരികയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഞാനൊന്ന് ഒരു ആലപ്പുഴ പള്ളി ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ മകളുടെ പ്രശ്നം, ഈ കുഞ്ഞിൻ്റെ പ്രശ്നം, ഈ മകൾക്ക് 20 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോൾ ഈ മകളുടെ കാമുകന് 36 വയസ്സുള്ള ഒരു സഹോദരനാണ്. അപ്പം ഈ അപ്പയമ്മയ്ക്ക് ഏക മകളാണ്. അപ്പം ഒരിക്കലും ഒരു പേരൻസ് അംഗീകരിക്കില്ല വിവാഹം. അപ്പം ഈ അമ്മ എപ്പോഴും ഇവിടെ ഉപദേശിക്കും, മോളെ നീ അതിന് പോകരുത് എന്ന് ഉപദേശിക്കും. അപ്പം ഇവക്കിങ്ങനെ കേട്ട് ഈ പ്രേമത്തിൻ്റെ മൂർധന്യം കൊണ്ട് സ്വന്തം അപ്പനോടും അമ്മയോടും വെറുപ്പായി. അവൾക്ക് വീട്ടിൽ താമസിക്കണം നമുക്ക് ആഗ്രഹമില്ല. അങ്ങനെ അവൾ ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ആൻറ്റി മകളെ കൊണ്ടുവരിക. അപ്പം ഞാൻ ഈ മകളെ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ ഇങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾ പെട്ടെന്ന് താവോട്ടൊരൊറ്റ വീഴ്ച വീണം. അതിനുശേഷം ഈ മകൾ പറഞ്ഞ ആദ്യ വാചകം എന്താണെന്നറിയാവോ? ആദ്യ വാചകം എന്താ പറഞ്ഞറിയാവോ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഇന്നും അതൊക്കെ പച്ചയായിട്ട് ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് വെച്ചാൽ മോളെ എന്ത് പറ്റി? അച്ഛാ ഞാനിങ്ങനെ താവോട്ട് വീണപ്പോൾ എന്തോ എന്നിൽ നിന്ന് വിട്ടുപോയി. പെട്ടെന്ന് എൻ്റെ പെറ്റ അമ്മയെ ഓർത്തു. എന്താണ് സംഭവിച്ചത്? ഈ മകൻ്റെ സംസാരവും ഈ മകനുള്ള സംസാരവും കൊണ്ട് ചാറ്റുകൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥനയെല്ലാം അകന്നുപോയി. അവളുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവ് ഇല്ലാതായി പോയി. അപ്പോൾ അവളുടെ ദുരാത്മാവ് നിറഞ്ഞു. അപ്പോൾ ദുരാത്മാവിൻ്റെ ആസക്തിയാൽ പ്രേരണയാൽ അവൾ നശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പനും അമ്മയിൽ നിന്ന് അകന്ന് അവളുടെ ഹൃദയം അവൾ ക്രൂരമാക്കിയിരിക്കുകയാണ്, കഠിനമാക്കിയിരിക്കുകയാണ്, നശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആ ദുരാത്മാവ് ഇറങ്ങിപ്പോവുകയും അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വരങ്ങൾ, കൃപകൾ ജ്വലിക്കുകയും അവൾ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി ഓർക്കുകയും ചെയ്യാം. നമ്മളോട് നിരന്തരമായൊരു ദാഹവും പ്രാർത്ഥനയുമായിരിക്കണം സ്നേഹമുള്ളവരെ. പരിശുദ്ധാത്മാവ് നമ്മൾ മക്കൾ നിറയണം. ഞാൻ ഒരിക്കൽ ഇങ്ങനെയൊരു ധ്യാനഗതി ക്ലാസ്സിൽ തന്നെ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസത്തിനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാനൊരു ഒറ്റമൂലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒറ്റമൂലി ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം കേൾക്കാൻ വേണ്ടി പോണത്. ഞാൻ ഒരിക്കലും ആയുർവേദിക് മരുന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒറ്റമൂലി പറഞ്ഞുതരാം എന്ന് പറയുകയാണ്. ഈശോ എന്താണ് ഒറ്റമൂലി? ഈശോ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റായി ജീവിക്കുന്നെങ്കിൽ, മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ, നിങ്ങൾ അകന്നു പോകുന്നിടത്ത് തോന്നുന്നെങ്കിൽ, സഭയിൽ നിന്ന് വിട്ടു പോകുന്നിടത്ത് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നോട് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. ഇത് 3 സ്റ്റെപ്പാണ് ഈശോ പറയുക. ഒന്ന്, ഈശോ പറഞ്ഞു കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മുടെ മകൻ നിന്ന് അകന്നു പോകുന്നു, ദുസ്വഭാവങ്ങളിലേക്ക് പോകുന്നു, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഇതിനുള്ള 3 സ്റ്റെപ്പുകൾ. ഒന്ന്, ആ മകന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ രക്തത്തിന് ജീവനുണ്ടെന്ന് നമുക്കറിയാം. ആ രക്തത്തിന് അഭിഷേകമുണ്ടെന്ന് നമുക്കറിയാം, ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. ആ രക്തം കൊണ്ട് ഈ മക്കളുടെ തലച്ചൊരു പാദം വരെ ശരീരം, മനസ്സും ആത്മാവും കഴുകി പ്രാർത്ഥിക്കണം. 2, ഈ കുഞ്ഞിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ആയിപ്പോകാൻ പല കാരണങ്ങൾ കാണും. ആ കൊച്ചിൻ്റെ കുറവായിരിക്കാം, ആ പ്രദേശത്തെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, എന്ത് കാര്യമാകട്ടെ, ഇതെല്ലാം പരിഹരിക്കാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് സാധിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 3, കർത്താവ് പറയുകയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഈശോയുടെ രക്തം, ഈശോയുടെ ആത്മാവ്, ഈശോയുടെ കരുണ, ഈശോയുടെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഒറ്റ വലിയ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഒരു ക്ലാസ് പോലെ പറഞ്ഞു തരികയാണ്. 1, ഈശോ മിശിഹായുടെ രക്തം കൊണ്ട് നമ്മൾ കഴുകി പ്രാർത്ഥിക്കുക. 2, ഈശോ മിശിഹായുടെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. 3, ഈശോ മിശിഹായുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. ഈശോ മിശിഹായെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്, അല്ലേ? ഈശോ മിശിഹയുടെ ജ്ഞാനസ്ഥാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിനുശേഷം ബൈബിളിൽ എന്താ പറയുക? അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്തു? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് പറയുക. അപ്പം ആത്മാവിനെ നയിക്കപ്പെട്ടാണ് ഈശോ പോവുക.
ഈശോ പോകുന്നത് ആത്മാവിൽ നയിക്കപ്പെട്ടാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും ആത്മാവിലായിരുന്നു. നമുക്കറിയാം അല്ലേ, പിന്നെ ചുവടിലായിരുന്നു. ഈശോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ അല്ലേ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. അവൻ വന്ന് എന്തു ചെയ്യും? പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്ന ഈശോ പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ കഴിഞ്ഞ കുമ്പസാരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു വേദന തോന്നാറുണ്ട്. ഇന്നലെയും ഒരു പെങ്കൊച്ച് എന്നോട് കുമ്പസാരിക്കുകയുണ്ടായി. അമ്മ വന്നു ചോദിച്ചാൽ മോളിങ്ങനെ ജോലിക്ക് വേണ്ടി പോവുകയാണ്, അവളെന്ന് കുമ്പസാരിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചാപ്പിൽ കൊണ്ടുപോയി ഇരുത്തി കുമ്പസാരിപ്പിക്കാൻ അവളോട് ചോദിച്ചു, നമ്മളെ എത്രയായി കുമ്പസാരിച്ചിട്ട്? അവൾ കൂളോട്ട് പറയുകയാണ്, 4-5 വർഷമൊക്കെ ആയി കാണുമായിരിക്കും, 4-5 വർഷമൊക്കെ ആയി കാണുമായിരിക്കും. എന്ന് വെച്ചാൽ മോളെന്താ കുമ്പസാരിക്കഞ്ഞത്? എനിക്ക് തോന്നിയില്ല, അങ്ങനൊരു ജാള്യതയില്ല, ഒരു വിഷമമൊന്നും ഇല്ല, എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ മോളെ നമുക്ക് എന്തെങ്കിലും വിഷമം, എന്തോ വലിയ വൈദികരിൽ നിന്ന് വിഷമം ഉണ്ടായോ, ഇല്ല സഭയിൽ നമുക്കുള്ള ദുഃഖമല്ലോ ഉണ്ടായി, നമുക്ക് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല? അങ്ങനൊന്നുമില്ല, എനിക്ക് തോന്നിയില്ല, ഞാൻ കുമ്പസാരിച്ചില്ല. ഞാൻ ചോദിച്ചാൽ മോളെ അപ്പം മോള് ഞായറാഴ്ച പള്ളി ഖുറാനിക്ക് പോകുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ പോകും, അമ്മ പോകും, ഇടയ്ക്കൊക്കെ പോകും. അപ്പോൾ മോൾ എല്ലാ ഞായറാഴ്ചയും പോകുന്നില്ലേ? എല്ലാ ഞായറാഴ്ചയും ഞാൻ പോകത്തൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോകും. നമ്മൾ ഖുറാൻ സ്വീകരിക്കുമോ? ഞാൻ ഖുറാൻ സ്വീകരിക്കും. എന്ന് വെച്ചാൽ മോളെ ഇത്രയും കുമ്പസാരിക്കുക, ഖുറാൻ സ്വീകരിക്കും? സ്വീകരിക്കും. ഒരു ജാള്യതയോ ഒരു ഭയമോ ഒന്നുമില്ല. കാരണം എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമില്ല. അതിൻ്റെ കാരണം എന്താണ്? പശുത്താൽ പ്രവർത്തിക്കുന്നില്ല. ഈ കൊച്ചിൻ്റെയൊക്കെ ഭാവി എന്താകുമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു വിഷമവും ഇല്ലാതെ നമ്മൾ എത്ര ഒരു സ്നേഹത്തിൽ ഒന്ന് നോക്കിയാലും. കഴിഞ്ഞ ദിവസം ഒരു കോളേജ് കുമ്പസാരിക്കും, ഇതേ അനുഭവം എനിക്കുണ്ടായി. ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ വേണ്ടി വന്നു, കോളേജ് വിദ്യാർത്ഥിയാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്നാ കുമ്പസാരിച്ചത്? എത്താണോ വർഷങ്ങൾ കുറേ ആയി. ഞാൻ ചിന്താ മോനെ അങ്ങനെ കുമ്പസാരിക്കാൻ താമസം എന്താ? പണ്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ പള്ളിയിലൊന്നും പോയില്ല, അതുകൊണ്ട് കുമ്പസാരിച്ചില്ല. അല്ല മോനെ കുമ്പസാരിക്കണ്ടേ, അതെങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്? എനിക്ക് തോന്നിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. നമ്മളൊക്കെ കൊച്ചിനെ കുമ്പസാരിക്കേണ്ടി പോകുമ്പോഴേക്കും നമുക്കൊരു ഭയഭക്തിപരമായ ബഹുമാനമുണ്ട് കുമ്പസാരക്കാരനോട് അല്ലേ. ഒരു 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 സ്നേഹത്തിൻ്റെ ഒരു ഭക്തിയുടെ ഒരു ബഹുമാനമുണ്ട്. ഒരു പോലീസിനോടുള്ള പേടിയ ബഹുമാനമല്ല, ഒരു സ്നേഹത്തിൻ്റെ ബഹുമാനം അല്ലേ, ഒരു അപ്പനോടുള്ള ബഹുമാനം നമുക്കുണ്ട്. ഒരു പേടിയില്ലാത്ത ഒരു കുഞ്ഞുങ്ങൾ. അങ്ങനെ ഇന്നത്തെ ഒരു അവസ്ഥ നമ്മൾ ഈ സമയത്ത് ശരിക്കും ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കില്ല, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ ദുഃഖം നമ്മളിതിലുണ്ടാകും. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലുള്ള ഗുണം, നമ്മളെ പരിശുദ്ധാത്മാവ് നിരന്തരം നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ഈശോ മിശിഹ നയിക്കപ്പെട്ടത് മാത്രമല്ല, ഈശോ മിശിഹ ആനന്ദിച്ചത് പരിശുദ്ധാത്മാവിലാണ്. നമുക്കറിയാം, ആ ശിഷ്യന്മാർ പോയിട്ട് വന്ന് പറയുകയാണ്, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞാൻ കീഴ്പ്പെടുന്നു. അപ്പോൾ ബൈബിളിൽ പറയുകയാണ്, ഈശോ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറയുകയാണ് അല്ലേ. അപ്പോൾ ഈശോ ആനന്ദിച്ചതും മദ്യപാനത്തിലോ പുകവലിയിലോ അല്ലെങ്കിലും അന്നുള്ള എന്തൊരു സിനിമയിലോ അല്ലെങ്കിൽ മാജിക്കിലോ അല്ലെങ്കിൽ സർക്കസിലോ ഒന്നുമല്ല ഈശോ ആനന്ദിച്ചത്. ഈശോ ആനന്ദിച്ചത് പരിശുദ്ധാത്മാവിലാണ്. വ്യക്തിയുടെ പേരിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ നമ്മുടെ ജീവിതം ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ട് പോയാൽ നമുക്ക് ആനന്ദമായിട്ട് മാറും. ഒരു സംഭവം ഞാൻ ഓർക്കുന്ന സ്നേഹമുള്ളവരെ, ഒരു ദിവസം ഞാൻ ആലപ്പുഴ പള്ളിയുടെ സമയത്ത് കൈനഗിരി പള്ളിയിൽ എന്തെങ്കിലും അവിടെ കാണുമായിരിക്കും, കൈനഗിരി പള്ളിയിൽ എന്തെങ്കിലും കാണുമായിരിക്കും, പള്ളിയിൽ ഒരു വൈദികരുടെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി. അപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ മനസ്സിൽ പൂപ്പള്ളിയിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്, കൈനഗിരി പള്ളി. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പൂപ്പള്ളിക്ക് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ബസ്സിൽ അപ്പം വഴിതെറ്റിപ്പോയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് അറിയാം വഴിതെറ്റിപ്പോയെന്ന്. എൻ്റെ ചിന്തയെ പരിശുദ്ധാത്മാവിനെ അറിയുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. പള്ളാത്തുരുത്തി പാലത്തോട് ബസ് ഇങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, നീ ചൂളപ്പറമ്പിൽ അച്ഛനെ ഫോൺ ചെയ്യുക എന്ന്. അപ്പോൾ ഇപ്പം നമ്മുടെ CMI കോവേന്തയിലുള്ള ആശ്രമത്തിലുള്ള പുന്നപ്പുരയുള്ള അച്ഛൻ്റെ ഇരട്ട സഹോദരൻ ചുള്ളപ്പുഴ അച്ഛനുണ്ട്. അച്ഛൻ പുറക്കടപ്പുള്ള വികാരിച്ചനാണ്. അപ്പോൾ അച്ഛൻ ഈ മീറ്റിങ്ങിന് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും നല്ല ആക്റ്റീവാണ്, രണ്ടുപേരും മിടുക്കന്മാർ, രണ്ടുപേരും നല്ല മിടുക്കന്മാരാണ്. അപ്പോൾ അച്ഛൻ ഈ മീറ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പം പക്ഷെ അച്ഛൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പണ്ടത്തെ ഈ നോക്കിയ ഫോണില്ലേ, കറുത്ത ഫോൺ, ആദ്യകാലത്തെ ഫോൺ, ഞാൻ ആ ഫോൺ എടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അച്ഛൻ്റെ നമ്പർ ഇതിന് വിളിച്ചു. ചുൾബച്ച, ഞാൻ ജോഷിയാണ്, ഞാനിങ്ങനെ പിളർത്തപ്പാലത്തിൻ്റെ മോൾ വരെയായി ഞാൻ ബസ്സിലിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, ജോഷിച്ച ഇനിയും വണ്ടി നിർത്തുന്ന സ്റ്റോപ്പിൽ അച്ഛൻ ഇറങ്ങി അവിടെ നിൽക്ക്, ഞാൻ പുറകെ കാറിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. അപ്പം അച്ഛൻ കാറിൽ വന്നു, ഞങ്ങൾ ആ കാറിൽ കയറി. ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വണ്ടി ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ അച്ഛനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വഴി തെറ്റുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങോട്ടൊരു വാചകം പറയുകയാണ്, ജോഷിച്ച നമ്മളെയൊക്കെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ.
എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ പറയുകയാണ്, അപ്പം നമ്മളെയൊക്കെ നയിക്കുന്നത്, അപ്പം നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താ? നമ്മളെവിടെയെങ്കിലും അല്ലേ അവസാനിക്കും. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുകയാണ് സ്നേഹമുള്ളവരെ, ഈ അച്ഛന് അന്ന് ഈ കാറില്ല, അച്ഛൻ വേറൊരു കാറിലാണ് വരുന്നത്. അത് എനിക്കറിഞ്ഞുകൂടാ, അത് പരിശുദ്ധാത്മാവിനറിയാം. അപ്പോൾ ഈ പാലത്തിന് മുമ്പുള്ള കൈതലപ്പള്ളിയിൽ അച്ഛന് കാറുണ്ട്. ഈശോ എന്തുകൊണ്ട് ആ അച്ഛൻ്റെ പേരിനോട് പറഞ്ഞില്ല? ഇതെൻ്റെ ചോദ്യം. ഇതിൻ്റെ ന്യായമായ ചോദ്യമല്ലേ? ഈ പാലത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അച്ഛന് കാറുണ്ടായിരിക്കെ ഈശോ എന്തുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഈ അച്ഛൻ്റെ പേര് പറഞ്ഞു? എൻ്റെ ചോദ്യമാണത്. ഉത്തരം ഇതാണ്: ഞാൻ കയറുന്ന ബസ്സിന് മുമ്പേ ഈ കാറിലുള്ള അച്ഛൻ കടന്നുപോയി എന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. അതാണ് മനസ്സിലായി. നമ്മുടെ ബൈബിളിൽ പറയുന്നില്ലേ, നമ്മുടെ പൗലോസ്ലീഹായ്ക്ക് കണ്ണ് കാണാതെ ഇരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നീ പോവുക ഋജുവീതിയിൽ, അല്ലേ? ആ ഋജുവീതിയിൽ ഇന്നയാളിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സാവൂളിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്, അല്ലേ? ഈ പോകേണ്ട വഴിയും പോകേണ്ട വീടും, അല്ലേ, എല്ലാം കൃത്യമായി ആത്മാവ് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായി. നമ്മളെപ്പറ്റി ഈശോ മിശിഹ പരിശുദ്ധാത്മാവ് വ്യക്തമായി അറിയുന്ന ദൈവമാണ് സ്നേഹിതം. അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിനോട് നിരന്തര ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പല 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 പല. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജിയ 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 ജിയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം 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 മഹത്വം. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനിയും വളരെ കാര്യങ്ങൾ ഇതിനോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുക, അവൻ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ഭൂമിയിൽ ഈശോയെ രക്ഷകനായി ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ വേദനകൾ അറിയുവാൻ, അവരെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ പരിശുദ്ധാത്മാവിനോട് ഒത്തു ജീവിതം സ്നേഹമുള്ളവരെ ഏറ്റവും സന്തോഷപ്രദവും ഏറ്റവും ആനന്ദപ്രദവുമാകുന്നത് നമ്മളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അനുഭവങ്ങളും കാണുമ്പോഴാണ്. ഞാൻ നിങ്ങളൊരു സംഭവം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഞാൻ ആലപ്പുഴ ഒരു പള്ളിയിരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഒരു ഒക്ടോബർ 31 ഇപ്പം നവംബർ മാസമാണല്ലോ. ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ എൻ്റെ അച്ചായനും അമ്മച്ചിയും മരിച്ചുപോയ മാസമാണ്. എൻ്റെയും എൻ്റെ ഏട്ട സഹോദരൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജന്മദിനവും ഈ ഒരു മാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ നവംബർ മാസം വളരെ പ്രധാനമുള്ള മാസമാണ്. അപ്പം എൻ്റെ ഒരു 31 ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഈ വർഷം ആർക്കും ഒന്നും പ്രത്യേകമായിട്ട് ഇതിൻ്റെ പേരിൽ ദാനം ചെയ്തില്ലല്ലോ എന്നൊരു വേദന എൻ്റെ മനസ്സിലേക്ക് ഒക്ടോബർ 31 വരികയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് എൻ്റെ ഇടവകയിലെ ഒരു മകളെ ഓർമ്മിപ്പിച്ച് തന്നു, ഒരു വീട്ടമ്മയെ ഓർമ്മിപ്പിച്ച് തന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വീട്ടമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ജോഷിയച്ചനാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയായി. ഞാൻ ജോഷിയച്ചനാണ്, നമ്മൾ ഇങ്ങോട്ട് വരണം, ഞാൻ പള്ളിമടയിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നു. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം 1000 രൂപയേ ഉള്ളൂ. ഞാനപ്പോൾ അന്ന് 1000 രൂപ വലിയ തുകയാണ്, 2008 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാനിന്ന് 500 രൂപ കൊടുക്കാൻ വേണ്ടി, ഇങ്ങനെ സഹായം കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോഴുണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത്രയും രൂപ കൊടുത്താൽ പോരാ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത 500 രൂപ കൊണ്ട് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ 1000 രൂപയായി. അതുകൊണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത്രയും രൂപ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് 250 രൂപ മാറ്റിവെച്ച് 750 രൂപ എടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത്രയും രൂപ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ 150 രൂപ മാറ്റിവെച്ച് വീണ്ടും 600 രൂപ എടുത്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അത്രയും രൂപ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയും രൂപ പോരെന്നും അത്രയും രൂപ വേണ്ടെന്നും അത്രയും രൂപ മതി എന്നും എൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ മകൾ വന്നു. അപ്പോൾ 3:40 ഞാൻ മകളോട് പറഞ്ഞു, മോളെ ഇത് 600 രൂപയുണ്ട്, എൻ്റെ അച്ചായൻ്റെ ആണ്ടാണ് നാളെ, നീ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം
എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ ഈ സഹോദരി പെട്ടെന്നങ്ങ് വാവിട്ടങ്ങ് നിലവിളിച്ചു. അച്ചോ വാവിട്ടങ്ങ് നിലവിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സഹോദരി, എന്ത് പറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ മഹിളകൾക്കൊരു സംഘടന ഉണ്ടല്ലോ, ഇങ്ങനെ എന്തോ, ആ സംഘടനയിൽ 4 മണിയാകുമ്പോഴേക്കും 800 രൂപ അടയ്ക്കണം. അപ്പോൾ 200 രൂപ അപ്പുറത്തെ വീട്ടിൽ ഷില്ല് കൊടുക്കും. ഇനി എനിക്ക് 600 രൂപ വേണം. അപ്പം ഞാൻ 3 മണിയായപ്പോഴേക്ക് ഞാൻ കുരിശിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്താണ് അച്ഛൻ എന്നെ വിളിക്കുക. അപ്പോൾ ആ മകൾക്ക് എത്ര രൂപ വേണമെന്ന് പരിശുദ്ധൻ അറിയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കുട്ടി മുമ്പോട്ട് പോകേണ്ടവരല്ല, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകേണ്ടവരാണ്. നമ്മൾ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുക. നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു മിശിഹ ഒരിക്കലും ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞല്ലേ. ബൈബിളിൽ എന്താ പറയുക? ഈശോ പിന്നെ ആ തിരുനാളിന് ഈശോ പോകുന്നുണ്ട് അല്ലേ? ഈശോ പോകുന്നുണ്ട്. ഈശോ എന്തുകൊണ്ടാണ് പോയത്? ഈശോയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ പോയത്? അല്ല. പിതാവായ ദൈവം ഈശോയോട് പറഞ്ഞു, നീ തിരുനാളിന് പോകണം. മനസ്സിലാകുന്നുണ്ടോ? ഈശോ കള്ളം പറഞ്ഞോ എന്ന് സംശയിക്കുന്ന ബൈബിളിലൊരു ഭാഗമാണത് അല്ലേ? ഈശോയെ ദൈവമേ കാണാത്തവർക്ക് പറയാൻ പറ്റിയൊരു ഭാഗമാണത്. സത്യത്തിൽ ഈശോ കള്ളം പറഞ്ഞതല്ല, ഈശോയ്ക്ക് അവൻ ആഗ്രഹമില്ലായിരുന്നു, ഈശോ പോകത്തില്ലായിരുന്നു. പക്ഷേ പിതാവായ ദൈവം പറയുകയാണ്, നീ സ്ഥലത്ത് പോകണമെന്ന് പറയും. അപ്പോൾ ഈശോ പിതാവിനനുസരിച്ച് പോവുകയാണ്. അപ്പം നമ്മുടെ ഈശോയുടെ പ്രത്യേകത എന്താണ്? ഈശോയുടെ പ്രത്യേകത നന്മയാണ്, പക്ഷെ അതിലേറെ ദൈവഹിതം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ ഈശോയുടെ പ്രത്യേകത. അപ്പം നമ്മളുടെ ജീവിതത്തിലും ആ ഒരു പ്രത്യേകതയാണ് വേണ്ടത് മക്കളെ. നമ്മൾ ഈശോയുടെ ഹിതം നിറവേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ നമ്മൾ സ്വർഗോന്മുഖരാകും. നമ്മൾ തിന്മയാണോ നന്മയാണോ ചെയ്യേണ്ടത്? നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്. നന്മയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവഹിതമാണ് ചെയ്യേണ്ടത് അല്ലേ? എനിക്കൊരു സംഭവം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ദിവസം, മഴക്കാലമാണ്, അപ്പോൾ ഞാനിങ്ങനെ ലോകയുടെ പുറത്ത് കറുത്ത കോട്ട് കെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ചേർത്തലയിൽ നിന്ന് ഞാൻ 2 വീലർ ഓടിച്ച് വരിക. അപ്പോൾ ഒരു എസ്എൽപുരം ഭാഗമൊക്കെ ആയപ്പോഴേക്ക് ഒരു മനുഷ്യരുടെ ബസ് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ മനുഷ്യനോട് സഹോദര വണ്ടിയുടെ പുറകെ കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ മനുഷ്യൻ പുറകെ കയറി ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഈ ആളെ അല്ല കൊണ്ടുപോകേണ്ടത് എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു ബസ് സ്റ്റോപ്പ് ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ ഇറങ്ങിക്കോ, ഇവിടുന്ന് ബസ് കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. ആ മനുഷ്യന് ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ വീണ്ടും ഇങ്ങനെ വണ്ടി ഓടിച്ച് കൊമ്മാടി എത്തിയപ്പോഴേക്ക് എന്നെ ഒരാളിങ്ങനെ കൈ കാണിച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ആ മനുഷ്യനെ വണ്ടിയുടെ പുറകെ കയറ്റി ഇങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് മുമ്പോട്ട് വരുമ്പോൾ ആ മനുഷ്യൻ ആരോടെ ഇങ്ങനെ പറയുക, എനിക്ക് സഹായകനെ കിട്ടി, ഞാൻ ഇപ്പോൾ എത്തുമെന്ന് പറയുക. അപ്പം അതിനെ കഴിഞ്ഞ് അവരോട് ചുമനം എങ്ങോട്ടാണ് പോകണ്ടേ? എനിക്ക് കാറൽ മൗണ്ട് കത്തീഡ്രൽ പള്ളിയിലേക്കാണ് പോകേണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ഇറക്കിയപ്പോഴേക്ക് സംഭവം ഇതാണ്, കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു ബൈബിൾ യാത്ര പോകുന്നുണ്ട്. അപ്പം ഒരു വണ്ടി എൻ്റെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ വന്ന് കയറിയിട്ട് വണ്ടി വീഴണം, അതാണ് സംഭവം. അപ്പോൾ ഈ മനുഷ്യനോട് ഈശോ രാവിലെ പറഞ്ഞു, നീ കൊമ്മാടി പോയി നിൽക്കുക, അപ്പോൾ ഒരാൾ ഇന്ന സമയത്ത് വണ്ടി ഓടിച്ച് ആ വഴി കടന്നു വരുമെന്ന് പറയുകയാണ്. അപ്പം അതാണ് സഹായകൻ. ആ സഹായകൻ ഞാനായിരുന്നു ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് അമിഷയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അമിഷൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ കറുത്ത കോട്ടിൻ്റെ തൊട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു ചേട്ടനല്ല, ഞാൻ ഒരു അച്ഛൻ ചേട്ടനാണെന്ന് പറഞ്ഞു. അയ്യോ അച്ഛനായിരുന്നോ? ഞാൻ അച്ഛന് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. നോക്കിയേ, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? നോക്കിയേ, 5 പൈസ മുടക്കുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ടി കൃപയിൽ നമുക്ക് വേണ്ടി വളരുവാൻ ഈശോ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈശോ മിശിഹ പറയുക? നമുക്കറിയാം, ഈശോ മിശിഹയുടെ അവസാന യാത്ര സമയത്ത് ഈശോ ഗെത്സമനയിൽ പെസഹ വ്യാഴാഴ്ച ഈശോ കുറേയൊക്കെ സ്ഥാപിച്ച് ഈശോ ഗെത്സമനയിലേക്ക് പോവുകയാണ് അല്ലേ? ഈശോ ഗെത്സമനയിലേക്ക് പോകുമ്പോഴാണ് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ ഈശോ ഉപദേശം പറയുക. അപ്പോൾ ഈശോ പറയുന്നൊരു വാചകം എന്താണ് ബൈബിളിൽ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ അല്ലേ? ഈശോ എന്താ അങ്ങനെ പറഞ്ഞു? എന്താ ഈശോ പറഞ്ഞു? ആരോടാ ഈശോ പറഞ്ഞത്? യഹൂദരോട് ഈശോ പറഞ്ഞു അല്ലേ? യഹൂദർ ആരും വിശ്വസിക്കുന്നവരാ? അവരെല്ലാവരും യഹോവയാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ അല്ലേ? ശരിയല്ലേ? ഈശോവിന് എന്താ പറഞ്ഞു? അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ
ദൈവത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഈശോ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ എന്നാണ് പറയുക. പക്ഷേ ഈശോ മിശിഹ ദൈവമാണെന്ന് ഏറ്റുപറയണമെങ്കിൽ അത് പരിശുദ്ധാത്മ മുഖേന അല്ലാതെ സാധിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പരിശുദ്ധാത്മാവ് മുഖേന സാധിക്കില്ല. ഈ ഈശോ ഏക രക്ഷകനും ലോകരക്ഷകനുമായ കർത്താവ് നമ്മൾ ഏറ്റുപറഞ്ഞെങ്കിലേ തമ്പുരാൻ നമ്മുടെ ജീവിതം അനുഗ്രഹമാവുകയുള്ളൂ. നിങ്ങൾക്കറിയാമെന്ന് അറിഞ്ഞുകൂടാ, ഒരു അച്ഛൻ്റെ പേരാണ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. ഒരു പാട്ടൊക്കെ അച്ഛനാണ്. അച്ഛനൊരു നല്ലൊരു സുവിശേഷ പ്രഘോഷകനാണ്. ഇപ്പോൾ അച്ഛൻ പ്രായമായി. അച്ഛൻ പോട്ടെ ധ്യാനകത്തിൽ അനേകം വർഷങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു കൗൺസിലിംഗ് കൂടുമ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗങ്ങളിൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അച്ഛനൊരു സ്ഥലത്ത് പറഞ്ഞ 7 മിനിറ്റ് പ്രസംഗമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അച്ഛൻ ഞെട്ടിപ്പോയി. കാരണം അച്ഛനൊരു വലിയ ധ്യാനഗുരുവാണ്. അച്ഛനോട് പ്രസംഗിക്കാൻ വേണ്ടി പോയാലും കുറഞ്ഞ 1 മണിക്കൂറാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ 7 മിനിറ്റിൻ്റെ പ്രസംഗം പറഞ്ഞു അച്ഛൻ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോഴേക്ക് ഈ സിസ്റ്റർ പറഞ്ഞു, ഒരു പ്രത്യേകത പറയാം, ഒരു ഉദാഹരണം പറയാം, ക്ലൂ എന്ന് പറയത്തില്ലേ, അതുപോലെ പറയാം. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി കശപിശകളുണ്ടായി, എതിർപ്പുകളുണ്ടായി. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഓർത്ത സംഭവം ഓർക്കുകയാണ്. ഒരു സ്ഥലത്ത് ഈ എല്ലാ ജാതി മതസ്ഥരും ചേർന്ന് ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരുടെ ദൈവത്തെപ്പറ്റി നന്നായിട്ട് പറഞ്ഞു. പക്ഷേ ക്രൈസ്തവരെ പറ്റി പറയേണ്ട, ഈശോയെ പറ്റി പറയേണ്ട വ്യക്തി അത് നന്നായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഈ പനച്ചിക്കൽ അച്ഛൻ സ്റ്റേജിൽ നിങ്ങളെപ്പോലെ ഒരു താഴെ ഇരിപ്പുണ്ട്. അച്ഛൻ മെയിൻ ഓഡിയൻസിൽ ഇല്ല. അപ്പോൾ അച്ഛന് വലിയ വിഷമമായി. എൻ്റെ ഈശോയെ പുകഴ്ത്തി പറഞ്ഞില്ലല്ലോ, വലിയ വിഷമമായി. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ആരോ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പ്രസംഗം പറയാമെന്ന് പറഞ്ഞു. ഈ അച്ഛൻ വിഷമിച്ചിരിക്കുകയല്ലേ, ചോട് ചെന്ന് അച്ഛൻ മൈക്കെടുത്ത് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. ഈശോയുടെ അനന്യതയെപ്പറ്റി, ഈശോയുടെ മാത്രം വ്യത്യാസം എന്താണ്, ഈശോയുടെ ദൈവികതയെപ്പറ്റി, ഈശോ എങ്ങനെ മറ്റ് ദൈവങ്ങൾ വ്യത്യസ്തനാകുന്നു, ഈശോയുടെ നന്മ എന്താണ്, ഈശോയുടെ ശ്രേഷ്ഠത എന്താണ് എന്നെല്ലാം പറഞ്ഞ് അച്ഛനങ്ങ് വാചാലനായി. 3 മിനിറ്റായപ്പോഴേക്കും ബെല്ലടിച്ചു, അച്ഛൻ മൈൻഡ് ചെയ്തില്ല. ബെല്ലടിച്ചു, അച്ഛൻ മൈൻഡ് ചെയ്തില്ല. 4 മിനിറ്റായി, 5 മിനിറ്റായി, 6 മിനിറ്റായി. അച്ഛൻ ഈശോയെ പറ്റി അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ബൈബിളിൽ സിസ്റ്റർ പറഞ്ഞത്, ജീവൻ്റെ പുസ്തകത്തിൽ അച്ഛൻ്റെ പേര് എഴുതപ്പെട്ടത് ആ സമയത്താണെന്ന് പറയുകയുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകം കുറിച്ച് വെക്കപ്പെട്ട സമയത്തെന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മൾ ശരിക്കും ഈശോയെ ഉയർത്തേണ്ടവരാണ്. പക്ഷേ ഈശോയെ ഉയർത്താൻ നമുക്ക് എന്ത് വേണം? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഈ പരിശുദ്ധ സഹായം കൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് രാത്രി ആകണമെന്നില്ല, പകലാകണമെന്നില്ല. നമുക്ക് നിരന്തരമായി കർത്താവിനെ നന്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. കർത്താവിന് വേണ്ടി അനേകം ആത്മകൾ നമുക്ക് സാധിക്കും. ഞാൻ സംഭവം ഓർക്കുകയാണ്. ഞാനൊരു പള്ളിയിലിരിക്കുന്ന സമയം എന്നെ കാണാൻ വേണ്ടി ഒരു സുവിശേഷ പ്രഘോഷകൻ വന്നു. വൈകിട്ട് 9 മണിയായപ്പോൾ മനുഷ്യൻ പോകാൻ വേണ്ടി, ആ മനുഷ്യൻ ഒമാനിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അവധിക്ക് വന്നതാണ്. ഇങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുറത്തുനിന്ന് നിൽക്കുന്നു. ഞാനും ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആ മനുഷ്യൻ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്നൊരു അഭിഷേകം വന്നു. അപ്പം ഞാൻ ആ മനുഷ്യനോട് ഒരു ദൈവാനുഭവം പറഞ്ഞു. ആ മനുഷ്യൻ എന്നോട് ഒരു ദൈവാനുഭവം പറഞ്ഞ് അങ്ങനെ ആ ഇരിപ്പ് 9:50 വരെ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഞാനൊരു ദർശനം പോലെ കാണുകയാണ്. എൻ്റെ ഇടവകയിലെ ഒരു കൊച്ചിരുന്ന് കരയുന്നതായിട്ട്, എൻ്റെ ഇടവകയിലെ ഒരു ആൺകുട്ടി ഇരുന്ന് കരയുന്നത് ഞാൻ ദർശനത്തിൽ കാണുകയാണ്. അപ്പം ഞാൻ ഇരിക്കുന്നത് പറാൽ എന്ന പള്ളിയിൽ, ചങ്ങനാശ്ശേരി പറാൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ്. അവിടെ മാർക്കറ്റിലൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പേര് ഏതേൻ സ്കൂൾ എന്നാണ് അവിടെ. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിരുന്ന് കരയുന്നത് ഞാൻ ദർശനത്തിൽ കാണുകയാണ്. രാത്രി 9:50. അപ്പം ഞാൻ പറഞ്ഞു, സാബു, ഒരു കൊച്ചിരുന്ന് കരയുന്നൊരു വീട്ടിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ മനുഷ്യൻ വണ്ടി തുടങ്ങി എൻ്റെ ആക്റ്റീവ എടുത്ത് ഞാൻ ഈ സാബുവിനെ എൻ്റെ വണ്ടിയുടെ പുറകെ കയറ്റി ഞാനിങ്ങനെ ആ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലെത്തിയപ്പോൾ മണി 10 മണി കഴിഞ്ഞു. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുടുംബനാഥൻ, ഒരു പാവപ്പെട്ട ഒരു ദരിദ്ര കുടുംബം, ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബം. ആ കുടുംബനാഥൻ എവിടെയോ ജോലിക്ക് പോയിരിക്കുന്നു. ഈ അമ്മ ഇങ്ങനെ ദുഃഖിച്ച് മോനെ നോക്കിയിരിക്കുന്നു. ഈ മോൻ ഇങ്ങനെ ഏങ്ങലടിച്ച് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നു. ഒരു കൊച്ചു മോള് അവിടെ അടുത്തിങ്ങനെ എല്ലാം നോക്കിയിരിപ്പുണ്ട്. എന്നുവെച്ചാൽ എന്ത് പറ്റും മോനെ, എന്താ കരയാൻ കാരണം? കാരണം ഇതാണ്, നാളെ രാവിലെ ഈ മകൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരു ടൂറുണ്ട്, സ്റ്റഡി ടൂറുണ്ട്. ഈ സ്റ്റഡി ടൂറിന് പോയാൽ 10 മാർക്ക് ഗ്രേസ് മാർക്കുണ്ട്. പക്ഷേ അതിന് 1000 രൂപ ഫീസ്. അത് മുടക്കാൻ ഈ കുഞ്ഞിന് നിവൃത്തിയില്ല. ഇത് പാവപ്പെട്ട വീടാണ്. അപ്പോൾ ഈ കൊച്ചിനെ പഠിപ്പിക്കുന്ന അധ്യാപിക
രാത്രി 9 മണിക്ക് വിളിച്ചു. ഈ ടീച്ചറിന് വലിയ വിഷമം, കാരണം എല്ലാ പിള്ളേരുമുണ്ട്, ഈ കൊച്ചു മാത്രമില്ല. അപ്പോൾ ഈ ടീച്ചർ ചോദിച്ചു, മോനെ നീ വരുന്നില്ലേ, നീ മാത്രം വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ ചോദ്യം കൊച്ചു താങ്ങാൻ പറ്റിയില്ല. എന്താണ് ഈ കൊച്ചു കരയാനുള്ള കാരണം? ഞാൻ ചെന്ന് ചോദിച്ചു. എല്ലാം ചോദിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് വിഷമമായി. വേണ്ട 10-20 ആയി, സമയമായി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, നിൻ്റെ പോക്കറ്റുകൾ നീ തപ്പി നോക്കുക എന്ന് പറയുക. ആ സമയത്ത് എൻ്റെ ഉണ്ടായിരുന്ന സാബു എന്ന് പറയുന്ന ആ മകൻ എനിക്ക് ഒരു 500 തന്നിട്ട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ 500 രൂപയുണ്ട്, ഞാൻ ചുമ്മാ അച്ഛനെ കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ 500 രൂപ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ എല്ലാ പോക്കറ്റുകളും തപ്പി നോക്കിയപ്പോഴേക്ക് 50-100 500 രൂപയുണ്ട്. 500 + 500 1000 രൂപ. ഈ 1000 രൂപയാക്കിയിട്ട് ആ രാത്രി 10:30 ഈ കുഞ്ഞിൻ്റെ അപ്പനെ ഫോൺ ചെയ്ത് അനുവാദം വാങ്ങി. അവിടെ നിന്ന് ഞാൻ ടീച്ചറിനെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് കൊച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 10:35 കട്ടൻ ചായയും കുടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക. രാത്രി 10:35. മനസ്സിലായില്ലേ? പിറ്റേ ദിവസം ആ സഹോദരനെ കാണാൻ വേണ്ടി വന്ന് ചിന്തിക്കുകയാണ്, പിറ്റേ ദിവസം ആ സഹോദരനെ കാണാൻ വേണ്ടി വരും എന്നുള്ള സാഹചര്യമുണ്ട്. കാരണം അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പള്ളി വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നെ കണ്ടേ കൊച്ചു പോവുകയുള്ളൂ. അപ്പോൾ എന്നോട് പറയും, അച്ഛാ രാത്രി ഉറങ്ങിയില്ല, എൻ്റെ മകൻ എൻ്റെ മുഴുവൻ കരച്ചിലായിരുന്നു, സ്റ്റഡിറ്റ് കൊണ്ടുതന്നെ പോകാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എന്ത് പ്രയോജനം? ആർക്കെന്ത് പ്രയോജനം? പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചപ്പോൾ എന്ത് പറ്റി? ആ കൃപ നമ്മിൽ നിറഞ്ഞത് കൊണ്ട് എന്ത് പറ്റി? ആ കൃപയാൽ ആ വിഷമം അറിഞ്ഞ് ആത്മാവ് സഹായിച്ച് ഈശോ ഇടപെട്ട് എന്ത് ചെയ്തു? ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഞാൻ ഈ അടുത്ത നാളിൽ അവിടെ ചെന്നപ്പോഴേക്ക് ഞാൻ അറിഞ്ഞു, ആ മകൻ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു. അന്നിരുന്ന് കരഞ്ഞ കൊച്ചു പെൺകുട്ടി ഇപ്പോൾ ഉടനെ തന്നെ ജർമ്മനിക്ക് പോകാൻ പോകുകയാണെന്ന് അറിഞ്ഞു. ആ കുടുംബത്തെ കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നന്മകൾ സ്വീകരിക്കാനും നന്മകൾ ചെയ്യാനും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാവിൽ നിറഞ്ഞ് ഈശോയിൽ നമ്മൾ ജ്വലിച്ച് ഈശോയുടെ സ്വഭാവത്തിൽ നിറഞ്ഞ് മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതം നമുക്കും അതിൻ്റെ ഹേട്ടം മാറും, അനേകർക്കും അതിൻ്റെ ഹേട്ടം മാറും. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മേലും നമ്മളുടെ മക്കളുടെ മേലും മരുമക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ നിറയുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, ആനന്ദത്തോടെ ജീവിക്കാൻ, നന്മ ചെയ്ത് ജീവിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വേണം. സ്വർഗ്ഗത്തിൽ പോകുവാനും നമുക്ക് ഈ ഫലങ്ങൾ ആവശ്യമാണ്. ഈ ഭൂമിയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞ് കൃപയാൽ പൂരിതരായി അഭിഷേകമുള്ളവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധരെ പോലെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു വീട്ടിൽ അപ്പനും അമ്മയും വിശുദ്ധ നിറഞ്ഞവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഇത് എത്രയോ ധന്യമായിരിക്കും, അഭിഷേകമുള്ള ജീവിതമായിരിക്കും. സ്വയം ആഗ്രഹിക്കുകയും നമ്മളെപ്പോഴും നമ്മുടെ ഓരോ നോക്കും, ഓരോ വാക്കും, ഓരോ ചുവടും പരിശുദ്ധാത്മ നിറയാൻ പ്രാർത്ഥിക്കാം. കാരണം ഈശോ മിശിഹായുടെ ഓരോ ചുവടും അങ്ങനെയാണ്. ഈശോ കുശിക്കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? പക്ഷെ ഈശോ പതറുന്നില്ല, ഈശോ തകർന്നു പോകുന്നില്ല, ഈശോ നിരാശപ്പെടുന്നില്ല. ഈശോയ്ക്ക് പിതാവിൻ്റെ സാന്നിധ്യം ലഭിക്കുന്ന അവസരത്തിൽ ചോദിക്കുകയാണ്, പക്ഷേ എന്തുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചു? ഈശോ ഉടനെ വീണ്ടും പറയുകയാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയ്ക്ക് ഉറപ്പുണ്ട് എൻ്റെ പിതാവിൻ്റെ കൂടെയുണ്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മ വരുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. ആരും മുതൽ എന്നോട് ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷി നൽകും. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്താൽ പൊതിഞ്ഞ് കൃപയുള്ളവരായി കർത്താവിന് വേണ്ടി ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ, നിങ്ങളുടെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ, നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും മാറിപ്പോകുവാൻ, സാന്ത്വനം ലഭിക്കുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇരിക്കാൻ സ്നേഹമുള്ളവരെ,
ഈശോയിലെ സ്നേഹമുള്ളവരെ, വിശുദ്ധനായ ചാവറയച്ചൻ പറയുന്നൊരു വാചകമുണ്ട്: ദൈവഹിതം നടക്കും, ദൈവഹിതം നടത്തും. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് നിന്നാൽ തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും ദൈവം അത് ക്രമീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവുകൊണ്ട് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവ് നയിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളോട് സഹകരിക്കുന്ന മറ്റ് വ്യക്തികൾ ആരെങ്കിലും ദൈവം ഒരുക്കിയിരിക്കും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഞാൻ പള്ളിയിരിക്കുന്ന സമയത്ത് അവിടുത്തെ മാതാവിൻ്റെ പള്ളിയാണ്. അവിടുത്തെ മെയിൻ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ അകപ്പോടെ അങ്ങ് പഴകി ആകെ അങ്ങ് വികൃതമായിരിക്കുന്ന അവസ്ഥ. പക്ഷേ ആ പള്ളി ഒരു പട്ടിണി പള്ളിയാണ്. പള്ളിക്ക് 5 പൈസ വരുമാനവും ഇല്ല. ഒത്തിരി കഷ്ടപ്പെട്ട ഓരോ മാസം കടന്നു പോകുന്നത്. ഇടവക്കാരുണ്ട്, ഒത്തിരി പാവങ്ങളാണ്. അപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും 3000 രൂപയാണ് ശമ്പളം. അപ്പം അങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന സാഹചര്യം. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ തിരുനാൾ 8-ാം തീയതി ആകാറായി. ഓഗസ്റ്റ് മാസം അവസാനം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഈ രൂപ ഒന്ന് മാറ്റി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുക. അപ്പം ഞാൻ അതിങ്ങനെ മനസ്സിൽ തലോടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇടവകയിൽ ഒരു സഹോദരി പറഞ്ഞു, ജോഷിച്ച ഇവിടെ മാതാവിൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റി വെച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ മോളെ, എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ ചിന്തയാണ്, പക്ഷേ പൈസ വേണ്ടേ? അച്ഛൻ ഞാൻ പൈസ തരാം, അച്ഛനത് മാറ്റി വെക്കാമെന്ന് ചോദിച്ചു. സമാധാനമായി. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ എൻ്റെ അടയാളമാണ് 2-3 പേരുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒരു നന്മ ചെയ്യാൻ തോന്നും. സന്തോഷമായി. അപ്പം ഞാൻ വലിയ ഗമയിൽ സന്തോഷത്തോടെ ആലപ്പുഴയിൽ നിന്ന് ബസ് പോയി കയറി ചങ്ങനാശ്ശേരിക്ക് പോയി. നല്ലൊരു മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ മേടിച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോഴേ കൈക്കാരന്മാർ വന്നു. കൈക്കാരന്മാരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ ഫോട്ടോ മാറ്റി ഈ ഫോട്ടോ വെക്കാമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് ദേഷ്യപ്പെട്ടില്ലേ? ഒരു കൈക്കാരൻ്റെ അടുത്ത ബന്ധു പണ്ട് കൊടുത്തതായിരുന്നു ആ രൂപം. അവരങ്ങോട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞു, പറ്റുകയല്ല, അത് തന്നതാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പേടിച്ചു പോയി. എനിക്ക് സിമിത്തരി പോകാൻ പേടിയില്ല, എനിക്ക് പിശാചുക്കളെ പേടിയില്ല, പക്ഷെ എനിക്ക് വഴക്ക് ഭയങ്കര പേടിയാണ്. അടി വഴക്ക്, പോലീസ് കേസ്, കോടതി കേസൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, വെക്കണ്ട, വെട്ടിനോട്ടെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിത് വെക്കാൻ മടിയാണെങ്കിൽ അത് വെക്കണ്ട. ആ രൂപം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ആ ചില്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഭംഗിയായിക്കൊണ്ട് പോയി. മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ പോവല്ലേ, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അവരത് എടുത്തുകൊണ്ട് പോയി കൊണ്ട് കൊടുത്തപ്പോഴേക്ക് അവിടെ പിന്നെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. സമയമായി. സെപ്റ്റംബർ മാസം 8-ാം തീയതി രാവിലെ ഞാൻ വന്നപ്പോഴേക്ക് ഞാൻ എങ്ങാണ്ട് പോയിട്ട് വന്നു. ഉച്ച ഞാൻ വൈകിട്ടാണ് കുർബാന. അപ്പോൾ എങ്ങാണ്ടേ പോയിട്ട് വന്നപ്പോഴേക്ക് എൻ്റെ മുമ്പിൽ കൈക്കാരന്മാർ നിൽക്കുക, കൈയും കൂപ്പി നിൽക്കുക. ഞാൻ ചിന്ന പറ്റി കൈ കൂപ്പി നിൽക്കുന്നത്. അച്ഛൻ, ഞങ്ങൾ അച്ഛൻ്റെ മുറിയുടെ കീ മടത്തിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ അച്ഛൻ്റെ മുറി തുറന്ന് ഇവിടെ നിന്ന് അച്ഛൻ വാങ്ങി വെച്ച രൂപ എടുത്ത് പള്ളി കൊണ്ടുവച്ച് എന്ന് പറഞ്ഞു. എന്ത് പറ്റി? പഴയ രൂപ എന്ത് പറ്റി? അച്ഛൻ അത് കൊണ്ട് കൊടുത്തപ്പോഴേക്ക് തുറന്നപ്പോൾ തവിട് പൊടിയായിപ്പോയി, അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പോൾ ഞാൻ മക്കളെ, ഞാൻ വ്യഞ്ചരിച്ചില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പൊക്കമില്ലല്ലോ, നിങ്ങൾക്കറിയില്ല എനിക്ക് പൊക്കമില്ലെന്ന്. ഞാൻ ഇവിടെ സ്റ്റോളിൽ കയറി നിൽക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഒരു മേശയിട്ട് അതിൻ്റെ പുറത്തൊരു കസേരയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വ്യഞ്ചരിച്ചത്. വികാരിച്ചൻ മേശപ്പുറത്ത് കയറുന്ന വ്യഞ്ചരിക്കേണ്ട അവസ്ഥ. എങ്ങനെ വ്യഞ്ചരിച്ചാലും കൊള്ളാം, കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയായി. അത് ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയായി. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? അത് നടത്തപ്പെടും. തടസ്സങ്ങൾ നടക്കും, അത് പൂർത്തിയാകും. 2 എന്താണ്? രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? 2-3 പേരുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒരു നന്മ ചിന്ത വരും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിലെ ഒരു കുഞ്ഞിന്ത കൊണ്ട് പറയാം. ഒരിക്കലും ഞാൻ ഒരു പള്ളിയിൽ ഖുർആൻ ഇറങ്ങുമ്പോഴേക്ക് ഈ ഖുർആൻ പുസ്തകത്തിൽ നിന്ന് വൈദികരുടെ പ്രാർത്ഥന ചാടി പുറത്തേക്ക് പോയി. ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർത്തു, ഈ പ്രാർത്ഥന അച്ചടിച്ച് കൊടുത്തത് നല്ലതല്ലേ എന്നിങ്ങനെ മനസ്സിലോർത്തു. അപ്പം നമുക്ക് ടോക്കണില്ല, അതുകൊണ്ട് ഞാൻ വിഷയം വിട്ടു. ഓർത്തെങ്കിലും അതങ്ങ് വിട്ടു. പിറ്റേ ദിവസം ഒരു സഹോദരി പറയാം, ഈ സഹോദരി ആങ്ങളുടെ അച്ഛനാണ്. നമുക്ക് നമ്മുടെ പള്ളിയിൽ വൈദികരുടെ പ്രാർത്ഥന അച്ചടിച്ച് കൊടുത്ത് പ്രാർത്ഥിപ്പിക്കാൻ നല്ലതല്ലേ? ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് 2 പള്ളിയുണ്ട്, ഈ പള്ളി മാത്രമല്ല, എനിക്ക് വലിയ പള്ളി വേറെയുണ്ട്, അത് കുഴപ്പമില്ല, അച്ഛത്തോട് അടിച്ചോളാൻ പറഞ്ഞു. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? നമ്മളോട് ദൈവത്തിൻ്റെ സാന്നിധ്യാനുഭവം ഉണ്ടാകുന്നു. നമുക്കൊരു ആനന്ദം ഉണ്ടാവുകയാണ്. നമ്മളെ നയിക്കുന്നത് ദൈവമാണെന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ്. നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു ആനന്ദമാണ്. നമുക്കറിയാം,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ് ഈശോ ആനന്ദിച്ചു, പരിശുദ്ധ അമ്മയും ആനന്ദിച്ചു. പരിശുദ്ധ എന്താ പറയുക? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ തലമുറ എന്നെ ഭാഗ്യവതി എന്ന് പ്രകൃതി. നമുക്ക് സത്യത്തിൽ ഒന്ന് ആലോചിക്കാം, ഒരുമിച്ച് അറിയാവുന്ന ആലോചിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായി എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ സംതൃപ്തരാക്കി, സമരരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പിതാവായ മകന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്ധികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് ഈ വാചകം വരുമ്പോൾ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് പറയുന്ന, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വേണ്ടി ആൾക്കാർ പോകാറുണ്ടല്ലേ. സന്തോഷത്തിൻ്റെ ഒരു വഴിയാണ് മദ്യപാനം, പുകവലി, മറ്റു രീതിയിലുള്ള സന്തോഷങ്ങൾ, സ്ഥലം കാണാൻ വേണ്ടി പോവുക അല്ലേ, അങ്ങനെയുള്ള സന്തോഷങ്ങൾ ചിലർക്ക് അങ്ങനെയാണ്. പക്ഷെ അതിലൊക്കെ വലിയ ആനന്ദമാണ് നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ആനന്ദം അല്ലേ. അങ്ങനെ ഒരു പാട്ട് തന്നെ അങ്ങനെയല്ലേ, യേശു തരും ആനന്ദം അതിലില്ലാത്ത ആനന്ദം, പാട്ട് തന്നെ ഇല്ലേ അല്ലേ. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ ഇങ്ങനെ പല്ലും അവിടെ വരുമായിരുന്നു. ഞാൻ അവിടെ 3 വർഷം ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും ഞാൻ ലുലുമാളോ അല്ലെ അങ്ങനെ സ്ഥലം ഞാൻ കാണാൻ പോയിട്ടേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ കാണാൻ പോകുന്ന ലുലുമാൾ, ഞാൻ കാണാൻ പോകുന്ന വലിയ വാണിജ്യ കേന്ദ്രത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഞാൻ കാണാൻ പോകുന്ന സ്വർഗം. അപ്പം ഞാൻ ആയിരിക്കുന്ന എൻ്റെ ധ്യാനകേന്ദ്രമാണ് എൻ്റെ സ്വർഗം അല്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുക വെച്ചാൽ, നമുക്ക് യേശുവിൽ നമ്മൾ ആനന്ദിക്കുമ്പോൾ നമുക്കെന്തറിയാവും, നമുക്ക് ഏകസ്ഥനാണെന്ന് തോന്നില്ല, ഏകനാണെന്ന് തോന്നില്ല, നമുക്ക് ബോറിങ് അറിയില്ല എന്താണെന്ന്. ഞാൻ 3 വർഷക്കാലം അവിടെ താമസിച്ചു. ഒരു 2.5 ഏക്കർ സ്ഥലത്തിലുള്ള ഒരു ധ്യാനകേന്ദ്രമാണ്. പക്ഷേ അവിടെ ധ്യാനകേന്ദ്രം ആരംഭിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് മാസത്തിൽ 1 ധ്യാനമോ 2 ധ്യാനമോ ഒക്കെ ഉള്ളായിരിക്കും. മറ്റു ദിവസങ്ങളിൽ ഞാൻ ഫ്രീ ആയിരിക്കും, ഞാൻ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എന്നെ വിളിക്കാൻ ചോദിക്കും, ജോഷി ഒറ്റയ്ക്കാണോ എന്ന്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഒറ്റയ്ക്കാണോ അല്ലയോ. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ഈശോയുണ്ട്, അവിടെ പരിശുദ്ധ അമ്മയുണ്ട്, അവിടെ പരിശുദ്ധ മാലാഖമാരുണ്ട്, അവിടെ വിശുദ്ധരുണ്ട്. അപ്പം പലപ്പോഴും ഈ പലരുടെയും, പ്രത്യേകിച്ച് കൊറോണക്കാലത്തുള്ള പലരുടെയും പ്രശ്നം വരുന്നത് കഴിഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകാന്തത അനുഭവിക്കുക? ഈശോ കൂടെ ഉണ്ടെന്നുള്ള തോന്നലില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അവിടുത്തെ ഞാനിരുന്ന പള്ളിയിൽ ഒരു കുടുംബത്തെ ഞാൻ മാമോസം വെക്കി ഒരു യേശുവിനെ അറിഞ്ഞ്, അവർ യേശുവിനെ അനുഭവിച്ച് എല്ലാവരും നല്ല പ്രാർത്ഥനയിലേക്ക് വന്നു. അപ്പോഴേക്ക് അവർ എന്നോട് ഷെയർ ചെയ്ത് പറയുകയാണ്, അച്ഛാ പണ്ട് ഞങ്ങൾക്ക് എപ്പോഴും സമയം മിച്ചമായിരുന്നു, അത്യാവശ്യം പിന്നെ ചുമ്മാ ഇരിക്കുക, സമയം മിച്ചമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാതിരി പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ സമയം തികയുന്നില്ല. അങ്ങനെ പക്ഷേ ഞങ്ങൾ എപ്പോഴും ആനന്ദത്തിലാണെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾ ഈ രാത്രി കഷ്ടപ്പെട്ടൊക്കെ ഇവിടെ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒത്തിരി ധ്യാനം കൂടാൻ വേണ്ടിയൊക്കെ പോകുന്നു, ഇത് നല്ലതാണ്, യാതൊരു കുഴപ്പമില്ല, എല്ലാം ചെയ്യണം, അങ്ങനെ മുമ്പോട്ട് പോകണം. പക്ഷേ നമ്മൾ ആത്മാവിൽ ആനന്ദിക്കണം. ആത്മാവിൽ നമ്മൾ നിറഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥന ഹരമായിട്ട് മാറണം. ഈശോയുടെ സാന്നിധ്യം നമ്മൾ സന്തോഷിക്കണം. അപ്പം നമുക്കുണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവട്ടിലും നമ്മൾ ഈശോ നയിക്കുന്ന നമുക്കുണ്ടാകും. ഞാനൊരു സംഭവം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ എൻ്റെ പള്ളിയുടെ വികാരിച്ചൻ്റെ അച്ചായൻ മരിച്ചു പോയപ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട് വലിയകുളം എന്ന സ്ഥലത്ത്, ചങ്ങനാശ്ശേരി വലിയകുളം സ്ഥലത്താണ്. അപ്പം ഞാൻ ഇരിക്കുന്ന ആലപ്പുഴയിലാണ്. അപ്പോൾ ഇരിക്കുന്ന വണ്ടിയൊന്നുമില്ല. ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാനൊരു ചങ്ങനാശ്ശേരി ബസ് കണ്ടു, ബസ്സിൽ കയറിയിരുന്നു. കണ്ടക്ടർ വന്നു, ഡ്രൈവർ വന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ആ ബസ്സിൽ അല്ല യാത്ര ചെയ്യേണ്ടത് എന്ന് പറയുക. അപ്പം സീറ്റ് കിട്ടി, എനിക്ക് വിഷമമായി, എനിക്കൊരു മടി തോന്നി. എങ്കിലും വേറെ ആരും കൂടെ ഇല്ലല്ലോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ പുറത്ത് നിന്നു. അപ്പോൾ ആ ബസ് അങ്ങ് വിട്ടുപോയി. അപ്പോഴേക്ക് വേറൊരു ബസ് വന്നു, മല്ലപ്പള്ളി ഒരു ബസ് വന്നു. അപ്പോൾ ചങ്ങനാശ്ശേരി മല്ലപ്പള്ളി. എൻ്റെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ബസ്സിൽ കയറാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ ബസ്സിൽ കയറി. അപ്പം ഞാൻ കയറുമ്പോഴേക്ക് ഒരു സീറ്റ് കാലിയുണ്ട്, അവിടെ ഇരുന്നു. ഇപ്പുറത്ത് വേറെ പുരുഷൻ ഇരിപ്പുണ്ട്. ബസ്സിങ്ങനെ മുമ്പോട്ട് പോയി. അപ്പം ഞാൻ കൊന്തയെടുത്തു, ഇവിടെ ഇരുന്നാലും കൊന്തയെടുത്തു. എന്നോട് ചോദിച്ചു, ജോഷിയച്ചനല്ലേ എന്ന് ചോദിച്ചു. അത് എന്നെ അറിയാവോ? എനിക്കറിയാം, എന്നെ കൃപാസനത്തിലെ കൗൺസിലറാണ്, അച്ഛനോട് പള്ളിയിടയ്ക്ക് വരാറില്ല, എനിക്ക് അച്ഛനെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പോകേണ്ടത് വലിയകുളത്തേക്കാണ്,
അപ്പം എനിക്ക് ചങ്ങനാശ്ശേരി പോയിട്ട് അവിടുന്ന് എനിക്ക് ഓട്ടോ പിടിച്ച് അടുത്ത സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ് കയറി പോയിട്ട് പോകാനിങ്ങനെ ഞാൻ എൻ്റെ യാത്ര വിവരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, അച്ഛൻ ബോർഡ് നോക്കാനാണ് ബസ്സിൽ കയറുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ ഇത് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അച്ഛൻ ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സാണ് അച്ഛൻ, അച്ഛൻ വിഷമിക്കാതെ, ഈ ബസ് മല്ലപ്പള്ളിക്ക് പോകുന്ന ബസ്സാണ്. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പോകേണ്ട റോഡിലൂടെയാണ് ആ വഴിയാണ് ഈ ബസ് കടന്നു പോകേണ്ടത്. അപ്പോൾ ആദ്യം പോകുന്ന ബസ്സിലാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. എന്ത് തന്നെ ഞാൻ പെരും സ്റ്റാൻഡിൽ ഇറങ്ങി ഇവിടെ നടന്നോ ഓട്ടോ പിടിച്ചോ അടുത്ത സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടുന്ന് ബസ് കയറി പോകണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അച്ഛൻ പോകേണ്ട ആ വഴിയോടാണ് ഈ ബസ് കടന്നു പോകേണ്ടത്. പക്ഷേ രണ്ടാമത് ബസ് കയറേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞ് വലിയകുളത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് ഇച്ചിരി ഉള്ളിലേക്ക് പോകണം. അച്ഛ എനിക്ക് ആ വീടറിയാം, ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് അപ്പം ഞാൻ ആ വീട്ടിലേക്ക് ഒപ്പീസ് ചെല്ലാൻ വേണ്ടി പോകുന്നെന്ന് അറിയാവുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി എൻ്റെ കൂടെ പോകുവാനായിട്ട് നമ്മുടെ തോബിയാസിനെ കൊണ്ടുപോകാൻ റഫായൽ മാലാഖയെ അയച്ചതുപോലെ ആ വീട്ടിലേക്ക് പോകേണ്ട വാഹനങ്ങളും ആ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട വ്യക്തിയെ ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? അവൻ്റെ സ്വരത്തിൽ ചെവി കൊടുക്കുക, അവൻ്റെ സ്വരത്തെ അനുസരിക്കുക. അപ്പം നമ്മുടെ സ്നേഹമുള്ളവരെ, നിന്നോട് കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചിന്തയുണ്ട്, ഈ വരവാണ് നല്ലത്, ദർശനവരമാണ് നല്ലത്, ആ വരമാണ് നല്ലത്, അല്ലേ? എല്ലാ വരങ്ങളും നല്ല വരങ്ങളാണ്. പക്ഷെ ഞാൻ പറയും, ഏറ്റവും അത്യാവശ്യമുള്ള വരം, അത്യാവശ്യമുള്ള കൃപയെന്ന് പറയുന്നത് ഈശോയെ കണ്ണും പൂട്ടി അനുസരിക്കാനുള്ള കൃപയാണ്. ഈശോയെ കണ്ണും പൂട്ടി അനുസരിക്കേണ്ട കൃപയാണ്. അതാണ് ഏറ്റവും വലിയ കൃപയെന്ന് പറയുക. ഈശോയെ നമ്മൾ കണ്ണും പൂട്ടി അനുസരിച്ചാൽ, അവൻ ദൈവമാണെന്ന് വിചാരത്തോടു കൂടി എല്ലാ അസാധ്യങ്ങളെയും മാറ്റുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണും എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതം പറഞ്ഞ് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ഈ അച്ഛനായ സമയത്ത് 22 വർഷം കഴിഞ്ഞു കേട്ടോ. ഒരു ആദ്യമായിട്ട് ഒരു 5-8 വർഷമായി എനിക്ക് വലിയൊരു കൊതി, എനിക്ക് ധ്യാനിപ്പിക്കണം. പക്ഷേ എന്നെ ആരും ധ്യാനിപ്പിക്കാൻ വിളിക്കുന്നില്ല. എനിക്ക് ധ്യാനിപ്പിക്കുന്നത് വിളിച്ചാലേ ധ്യാനിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ മിഷനിലൊക്കെ ആയിരുന്നതുകൊണ്ട് എന്നെ പലർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ നല്ല പാട്ടുകാരനൊന്നും അല്ല, ഞാൻ അറിയപ്പെടുന്ന ആളോ ഒരു പ്രഭാഷകനൊന്നും അല്ല. അപ്പം എനിക്കൊരു സാധ്യതകളൊന്നും ഇല്ലെങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ധ്യാനിപ്പിക്കണം. അങ്ങനെ ഇരിക്കുക എന്നോട് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഡോക്ടർ ജോണിൻ്റെ ധ്യാനം പോയി കൂടുക എന്ന്. അപ്പോൾ എനിക്ക് ഡോക്ടർ ജോണിൻ്റെ പരിചയമൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹം പാലാ താബോറിലാണ് ധ്യാനിപ്പിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും മെയ് മാസം 6-ാം തീയതി ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ മെയ് മാസം 6-ാം തീയതി ഞാൻ അന്നിരിക്കുന്നത് എടത്വ പ്രദേശത്തുള്ള പാണ്ടി എന്ന പള്ളിയിലാണ്. നിങ്ങളുടെ അവിടെ പോയിട്ട് അറിയാൻ സാധിക്കും. ഇന്ന് റോഡുണ്ട്, അന്ന് അവിടെ റോഡില്ല, അന്ന് വരമ്പിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 2.25 കിലോമീറ്റർ നടന്ന് വേണം ഓട്ടോ സ്റ്റാൻഡിൽ എത്താനായിട്ട്. മനസ്സിലായില്ലേ? അവിടുന്ന് പിന്നെ ഓട്ടോ പിടിച്ച് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട്. അത്രയും ദൂരമാണ്. യാത്ര ഭയങ്കര കഠിനമായ പ്രയാസമുള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടാകുക. ഞാൻ ഒരുങ്ങി മെയ് മാസം 6-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ ഒരുങ്ങി, ഞാൻ ഭാഗ്യമായിട്ട് പള്ളി കയറി. ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, എനിക്ക് ആത്മീയമായി പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മാനസികമായി സംഘർഷങ്ങളൊന്നുമില്ല, എനിക്ക് ശാരീരികമായി രോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഭൗതികമായി കടബാധ്യതകളുമില്ല. പക്ഷെ ഞാൻ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു. വൈദികനായി ഞാൻ ഒരു അൽമായിൻ്റെ ധ്യാനത്തിന് പോകുന്നു. ഒറ്റ കാരണത്താൽ എനിക്ക് നിന്നെ അനുസരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ പോയി. ഞാൻ കഷ്ടപ്പെട്ട് എടുത്തുമായി നേരെ ബസ് കയറി ചങ്ങനാശ്ശേരി പോയി. അവിടെ ബസ് കയറി ഞാൻ പാലായ്ക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ബസ് കയറി അടുത്ത ബസ് കയറി ഞാൻ അവിടെ പോയി. ചെന്ന് കയറിയപ്പോഴേക്കുണ്ടായ സംഭവം ഇതാണ്. ഈ ധ്യാനഗുരുവിന് ഖുർആൻ മധ്യേ പ്രസംഗിക്കാൻ അനുവാദമില്ല. കാരണം അദ്ദേഹം അൽമായനാണ്. ഞങ്ങൾ 3 അച്ഛന്മാരുണ്ട്. ഒരച്ഛന് മലയാളം അറിയാൻ വയ്യ. ഒരച്ഛൻ അന്നുമായിട്ട് പോകേണ്ട വന്ന് പിന്നെ ഞാനുള്ള അച്ഛനായിട്ട്. അപ്പം പിന്നെ ഞാനന്ന് ഖുർആനിലെ പ്രസംഗം പറഞ്ഞു. അത് അവിടുത്തെ ഡയറക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു, നാളെ അച്ഛൻ പ്രസംഗം പറയണം. ഞാൻ പിറ്റേ ദിവസം പ്രസംഗം പറഞ്ഞു. അങ്ങനെ ധ്യാനം മുഴുവൻ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് ദിവസമായപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ജോഷിയച്ച ഇവിടെ വന്ന് അച്ഛൻ ധ്യാനിപ്പിക്കണം. 1-2 ധ്യാനമല്ല, കൊറോണയ്ക്ക് മുമ്പ് 8 വർഷം 52 ധ്യാനങ്ങൾ അവിടെ നടത്തി. എന്തുകൊണ്ടെന്നറിയാവോ? ഒറ്റ കാരണത്താൽ
ഈശോയെ അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ധ്യാനിക്കാൻ പോയാൽ ധ്യാനഗുരുവായി തിരിച്ചു വന്നു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ടോക്ക് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഈശോ എല്ലാ കാര്യങ്ങളിലും പിതാവിനെ അനുസരിച്ചതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശോയെ അനുസരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ത്രിത്വത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കും. എല്ലാ വിഷയം ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.